സിമ്പിൾ പെൻഡുലം. അതുകൊണ്ട് പറയൂ. എന്റെ പേര് റാഷിദയൊക്കെ, ബാക്കിയുള്ള ടൈമൊക്കെ റോൾ നമ്പർ ഉണ്ടല്ലോ. അത് നമുക്ക് എഡിറ്റ് ചെയ്യാടാ, വിഷയമുള്ള കാര്യമില്ലല്ലോ. നമുക്ക് ഇനി സമയമുണ്ട് കേട്ടോ. നമ്മള് ഫോർമാറ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അതുപോലെ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ കുറെ കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞേട്ടാ. ഇപ്പൊ വിഷയമാക്കണ്ട, വിട്ടേക്ക്. ഓക്കെ ഓക്കെ. അപ്പൊ അതിൽ നമ്മൾ അവസാനം പറഞ്ഞതാണ് സിമ്പിൾ പെൻഡുലം. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്ന ടോപ്പിക്. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് തന്നെ പോകാനാണ് അതിന്റെ സാധ്യതകളും ഉള്ളത്. ഈ എടുത്ത ടോപ്പിക്കുകളിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും മനസ്സിലാവാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വീണ്ടും പറയേണ്ടതുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് പറയാൻ തയ്യാറാണ്. അതിന്റെ ശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കുന്നു. പീരിയോഡിക് മോഷൻ നിങ്ങൾക്ക് അറിയാലോ. ഒരു നിശ്ചിത സമയം കൊണ്ട് ആവർത്തിച്ചു വരുന്ന ചലനങ്ങളെ വിളിക്കുന്ന പേരായിരുന്നു പീരിയോഡിക് മോഷൻ. ഓക്കെ അല്ലേ? എന്ന് മാത്രമേ ഉള്ളൂ കണ്ടീഷൻ. 2, ഓസിലേഷൻ. ഓസിലേഷന്റെ പ്രത്യേകത ആ ചലനം പീരിയോഡിക്കും ആയിരിക്കണം, ഇക്വിലിബ്രിയം പൊസിഷന്റെ മുന്നോട്ടേക്കും പിന്നോട്ടേക്കും എന്നുള്ള രീതിയിൽ ചലനം വരണം. ടു ആൻഡ് ഫ്രോ മോഷൻ എന്നാണ് പറയാം. പക്ഷെ അത് ടൈം പീരിയോഡിക് മോഷൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ പീരിയോഡിക് മോഷനിൽ അധികമുള്ള കാര്യം എങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷന്റെ മുന്നോട്ടേക്കും പിന്നോട്ടേക്കും കൂടി ചലനം വന്നാൽ മാത്രമേ അതിനെ നമ്മൾ ഓസിലേഷൻ എന്ന് വിളിക്കൂ. സ്പീഡ് കൂടിയ ഓസിലേഷൻ, ചെറിയ സ്ട്രേറ്റ് ലൈൻ പാത്തിലാണ് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ വൈബ്രേഷൻ എന്ന് വിളിക്കും. അതുകൊണ്ട് പീരിയോഡിക് മോഷൻ ആവർത്തിക്കും എന്നുള്ളത് കൊണ്ട് ഒരു പീരിയോഡിക് മോഷൻ ആവർത്തിക്കാൻ വേണ്ട സമയം ടൈം പീരീഡ്, ഒരു സെക്കൻഡിൽ എത്ര ആവർത്തിക്കുന്നു എന്നുള്ളത് ഫ്രീക്വൻസി, ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ F is equal to 1/t. ഫ്രീക്വൻസി ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചത് അങ്ങനെയാണ്, F is equal to 1/t. അതേപോലെ ടൈം പീരീഡ്, ഇപ്പൊ ടോട്ടൽ ടൈം ഒക്കെ ചില പ്രോബ്ലത്തിൽ തരും. 10 ഓസിലേഷന്റെ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഓസിലേഷന്റെ സമയത്തെ 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഒരു ഓസിലേഷന്റെ സമയം കിട്ടും, അല്ലെങ്കിൽ ഒരു പീരിയോഡിക് മോഷന്റെ സമയം കിട്ടും. അതിനെയാണ് ടൈം പീരീഡ് എന്ന് വിളിച്ചത്. അടുത്തതിന് ശേഷം ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ഒരു സെക്കൻഡിൽ എത്ര ആംഗിൾ അത് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് ആംഗുലാർ ഫ്രീക്വൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആംഗുലാർ ഫ്രീക്വൻസി ഇക്വേഷൻ ഒമേഗ is equal to 2π/t എന്നോ ഒമേഗ is equal to 2πf എന്നോ എഴുതാം. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള കുറെ പോയിന്റുകളാണ്. ദെൻ ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ. എന്താണ് പീരിയോഡിക് മോഷനിലെ ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ? ഒരു പീരിയോഡിക് മോഷനില് സമയത്തിനനുസരിച്ച് മാറുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടാവും, ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും. അതിൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ. ഇപ്പൊ ചിലപ്പോൾ അത് നേരിട്ട് ഒരു സ്പ്രിങ്ങിനെ വലിച്ചു വിട്ടു. അപ്പൊ സ്പ്രിങ് അതിന്റെ സംഭവിക്കുന്ന മാറ്റമാണ് പീരിയോഡിക് മോഷൻ ആയിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ് അവിടെ. പക്ഷെ എല്ലായ്പ്പോഴും ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് തന്നെ വരണം എന്ന് വിചാരിക്കരുത്. ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പീരിയോഡിക് മോഷന് കാരണക്കാരനായിട്ടുള്ള സമയത്തിനനുസരിച്ച് മാറുന്ന പ്രോപ്പർട്ടി എന്നാണ്. അപ്പൊ ഞാൻ സംസാരിക്കണം, ആ സംസാരത്തിൽ സൗണ്ട് കൃത്യമായൊരു പീരിയോഡിക് മോഷൻ ആണെങ്കിൽ അത് അവിടെ പീരിയോഡിക് മോഷൻ ആയിട്ട് കിട്ടാനുള്ള കാരണം എനിക്ക് മുന്നിലുള്ള വായുവിലെ കംപ്രഷൻ എക്സ്പാൻഷൻ ആണ്, പ്രഷറിലുള്ള വ്യത്യാസമാണ്. അതുകൊണ്ട് ആ പീരിയോഡിക് മോഷന്റെ കാരണക്കാരനായ സമയത്തിനനുസരിച്ച് മാറുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താ? പ്രഷർ ചേഞ്ച് ആണ്. സോ പ്രഷർ ചേഞ്ച് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ. അങ്ങനെ പീരിയോഡിക് മോഷന് കാരണക്കാരനായ സമയത്തിനനുസരിച്ച് മാറുന്ന വേരിയബിളിനെ, ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ, പ്രോപ്പർട്ടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ. ഓക്കെ. ദെൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. എപ്പോഴാണ് ഓസിലേഷനെ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കുക? ഒരു ഓസിലേഷനിൽ acceleration proportional to displacement with a negative sign towards equilibrium എന്നാണ് അതിന്റെ അർത്ഥം. വന്നാൽ അത് SHM ആണ്. ഒന്ന്. അല്ലെങ്കിൽ d²x/dt² plus ω²x എന്നുള്ള രീതിയിൽ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ 0യിൽ അവസാനിക്കുന്നത് വന്നാൽ ആ ചലനവും സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കും, ഒരു സംശയമില്ല. അതിന്റെ സൊല്യൂഷൻ കണ്ടാൽ, ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് x is equal to എന്ന് പറഞ്ഞിട്ട് a sin ωt എന്നോ a cos ωt എന്നോ കിട്ടും. അപ്പൊ എനിക്ക് പറയാൻ പറ്റും ഒരു ചലനത്തിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ രൂപം a sin ωt-യോ a cos ωt-യോ വന്നാൽ അത് SHMA ആയിരിക്കും. SHMA അവസാനിക്കൂ. ഗ്രാഫ് വരച്ചാലോ, ഒരു 0 സ്റ്റാർട്ട് ചെയ്യുന്ന കർവ്, ഒരു മാക്സിമത്തിന് സ്റ്റാർട്ട് ചെയ്യുന്ന കർവ്. 0 സ്റ്റാർട്ട് ചെയ്യുന്ന കർവിന്റെ പേര് സൈൻ കർവ് എന്നും മാക്സിമത്തിന് തുടങ്ങണേ നമ്മൾ എന്താ വിളിക്കുക? കോസ് എന്നാണ് വിളിക്കുക. അപ്പൊ സൈൻ രൂപത്തിലോ കോസ് രൂപത്തിലോ ഡിസ്പ്ലേസ്മെന്റ് വന്നു കഴിഞ്ഞാൽ ആ ചലനം സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കും.
ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അങ്ങനെ SHM ആണെങ്കിൽ അത് പീരിയോഡിക്കും ആയിരിക്കുമല്ലോ. ആ പീരിയോഡിസിറ്റി, ആ ടൈം പീരീഡ് എത്രയാണെന്ന് കണ്ടെത്തി കൊടുക്കുക. ഒരു SHMന്റെ ടൈം പീരീഡ് കണ്ടെത്താൻ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞു തന്നിരുന്നു. അത് ഇതായിരുന്നു. T സമം 2π ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആക്സിലറേഷന്റെ കേവല വില, മോഡുലസ് ഓഫ് ആക്സിലറേഷൻ ഡിവൈഡഡ് ബൈ ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ. എക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് വിചാരിക്കരുത്. പീരിയോഡിക് മോഷന് കാരണക്കാരനായിട്ട് വരുന്ന ഡിസ്പ്ലേസ്മെന്റ് വേരിയബിൾ ആണ് ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് ദ സിമ്പിൾ ഇക്വേഷൻ ടു ഡിറ്റർമിൻ the time period of an SHM. Then you go to SHM of a spring. ഒരു സ്പ്രിങ്ങിന് ഓസിലേഷൻ കൊടുത്താൽ SHM ആണോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ആക്സിലറേഷൻ പ്രൊപ്പോർഷണൽ ടു നെഗറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് കിട്ടി. ടൈം പീരീഡ് കണ്ടെത്തി. എന്തായിരുന്നു ടൈം പീരീഡ് കണ്ടെത്തിയപ്പോൾ അതിന്റെ ഇക്വേഷൻ? T is equal to 2π into root of m/k. വളരെ ഈസിയായി നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കാം. അതിനുശേഷമാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള സിമ്പിൾ പെൻഡുലത്തിലേക്ക് എത്തിയത്. എന്തായിരുന്നു സിമ്പിൾ പെൻഡുലം? ഒരു ബോബ്, ഒരു ഹെവി ബോബ് ഒരു റിജിഡ് സപ്പോർട്ടിൽ നിന്ന് തൂക്കിയിടുക. ആ തൂക്കിയിട്ടിരിക്കുന്ന സ്ട്രിങ് വലിച്ച നീളം കൂടുന്ന ഒരു സ്ട്രിങ് ആവരുത്. അതിനുശേഷം ഇയാളെ ചെറിയ രീതിയിൽ ഓസിലേഷൻ കൊടുക്കുക. ആ തൂക്കിയിട്ടിരിക്കുന്ന ഹെവി ബോബിനെ, റിജിഡ് സപ്പോർട്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന ഹെവി ബോബിനെ വിളിക്കുന്ന പേരായിരുന്നു സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലത്തിന്റെ ഈ തൂക്കിയിട്ട മാസിനെ വിളിക്കുക ബോബ് എന്നാണ്. ഈ ബോബിനെ നിങ്ങൾ വലിച്ചു വിട്ടാൽ ഈ ഇക്വിലിബ്രിയം പൊസിഷന്റെ രണ്ട് സൈഡിലേക്കും അത് മൂവ്മെന്റ് കാണിക്കും. അങ്ങനെ മൂവ്മെന്റ് കാണിക്കുമ്പോൾ ഈ ചലനം SHM ആണോ എന്നാണ് നമ്മൾ പരിശോധിച്ചത്. ഈ ചലനം സ്പ്രിങ് വലിച്ചു വിട്ടതിൽ നിന്നൊരു വ്യത്യാസമുണ്ടായിരുന്നു. സ്പ്രിങ് നേരെയാണ് സഞ്ചരിച്ചതെങ്കിൽ ഇത് വൃത്താകാരമായ പാതയുടെ ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. അത് കറക്കമാണ്. കറക്കത്തിൽ ഫോഴ്സ് അല്ല വേണ്ടത്. ഫോഴ്സ് ഉണ്ടായാൽ കറങ്ങണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് റൊട്ടേഷൻ പഠിക്കുമ്പോഴേ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. കറങ്ങണമെങ്കിൽ വേണ്ട ബലത്തെ വിളിച്ച പേര് ടോർക്ക് എന്നാണ്, ആംഗുലാർ ഫോഴ്സ്. അങ്ങനെ ടോർക്ക് കണ്ടെത്തിയപ്പോ നിങ്ങൾക്ക് കിട്ടിയത് ആക്സിലറേഷൻ, ആംഗുലാർ ആക്സിലറേഷൻ അവിടെ ആൽഫ എന്നാണ് വിളിക്കുക. ആൽഫ വീണ്ടും പ്രൊപ്പോർഷണൽ ടു എന്നാണ്. രണ്ട് ആൽഫ ആൽഫ എന്ന് വായിക്കരുത്. ഒന്ന് ആൽഫയും ഒന്ന് പ്രൊപ്പോർഷണാലിറ്റി സിമ്പിളുമാണ്. ആൽഫ പ്രൊപ്പോർഷണൽ ടു നെഗറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് കിട്ടും. ആൽഫ പ്രൊപ്പോർഷണൽ ടു നെഗറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ആൻ SHM. അങ്ങനെ SHM കണ്ട ടൈം പീരീഡ് ഉടനെ കണ്ടു. 2π ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആക്സിലറേഷൻ ബൈ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള രീതിയിൽ കൊടുത്തപ്പോൾ മോഡുലസ് ഓഫ് ആക്സിലറേഷൻ ഇവിടെ വന്നിരുന്ന ആൾ എന്ന് പറയുന്നത് ഈ 2π ഡിവൈഡ് mgl/I into theta divided by displacement. theta get cancel. I എന്ന് പറഞ്ഞ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. റൊട്ടേഷനിൽ എങ്ങനെ കറങ്ങണം എന്ന് തീരുമാനിക്കുന്ന ഒരാളാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. ആ ഐന്റെ ഇക്വേഷൻ ഒരു കല്ല് കെട്ടി ചരടമ കെട്ടി കറക്കുകയാണെങ്കിൽ ഐന്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ ബോബ് കറക്കുകയാണെങ്കിൽ ഐന്റെ ഇക്വേഷൻ I = ml². അത് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീറ്റ പോയ സ്ഥിതിക്ക് ഡിനോമിനേറ്റർ ഇല്ല, ന്യൂമറേറ്ററിൽ തീറ്റ ഇല്ല, അതൊക്കെ പോയി. ml² എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരെല്ല് ക്യാൻസൽ ചെയ്യും, m ക്യാൻസൽ ചെയ്യും. 2π ഡിവൈഡ് ബൈ g/l എന്ന് കിട്ടും. ഈ L ന്യൂമറേറ്ററിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്, 2π into root of l/g. ഞാൻ ഡിറൈവ് ചെയ്ത് കൊടുത്തത്. സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ടൈം പീരീഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് T = 2π into root of l/g. മനസ്സിൽ വെച്ചോളൂട്ടാ. അതിൽ ഈ ബോബ് തൂക്കിയിട്ടിരിക്കുന്ന നീളം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബോബിന്റെ സെന്റർ ഓഫ് മാസിലേക്കുള്ള അകലമാണ്. സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ മാസ് കേന്ദ്രീകരിച്ചിരിക്കുന്ന ബിന്ദു. അപ്പൊ സ്പിയർ ആയതുകൊണ്ട് അതിന്റെ നടുഭാഗം തന്നെയാണ്. അപ്പൊ നീളം എന്തുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ നീളമാണ് L, അല്ലാതെ ചരടിന്റെ മാത്രം നീളം അല്ലട്ടാ. തൂക്കിട്ട പോയിന്റ് മുതൽ ബോബിന്റെ സെന്റർ വരെയുള്ള അകലമാണ് L. ജിയോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ എക്സ്പെരിമെന്റ് നിങ്ങൾ എവിടെ കണ്ടക്ട് ചെയ്യുന്നോ അവിടുത്തെ ജിയുടെ വില, നമ്മൾ 9.8 ജിയുടെ വില എടുക്കുകയെങ്കിലും സ്ഥലം മാറുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആവറേജ് വാല്യൂ ആണ് 9.8 എന്നുള്ളത്. ഇപ്പുറത്തെ ചില ടൈം പീരീഡാ. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് ഈ സിമ്പിൾ പെൻഡുലം ലാബിൽ ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ലാബിൽ നിങ്ങൾ എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്യുമ്പോൾ
ഈ പെൻഡുലത്തെ ഓസിലേറ്റ് ചെയ്യിക്കുകയും ടൈം പീരീഡ് കണ്ടെത്തുകയുമാണ് ചെയ്യുക. ഇവിടെ എന്താ ഇക്വേഷൻ എഴുതിയുള്ളത്? ടൈം പീരീഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്തെന്ന് പറഞ്ഞാൽ തന്നുള്ളത്. പക്ഷെ ലാബിൽ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ടൈം പീരീഡ് സ്റ്റോപ്പ് വാച്ച് വെച്ചുകൊണ്ട് അളക്കും. എന്ന് വെച്ചാൽ ഈ ബോബ് ഇവിടെ നിന്ന് വിട്ടാൽ ഇങ്ങോട്ട് പോയി തിരിച്ച് ഇങ്ങോട്ട് എത്തിയാൽ ഒരു ഓസിലേഷൻ എന്ന് വിളിക്കും. ആ ഒരു ഓസിലേഷന്റെ സമയം സ്റ്റോപ്പ് വാച്ച് വെച്ച് കണ്ടെത്തും. ഒരു ഓസിലേഷൻ നല്ല പെട്ടെന്ന് നടക്കും ചിലപ്പോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുവെച്ചെങ്കിൽ ഒരു 20 ഓസിലേഷൻ എടുത്തിട്ട് 20 കൊണ്ടായിരിക്കും അപ്പോഴും കിട്ടുന്നത് ഒരു ഓസിലേഷന്റെ സമയമാണ്. ഗുണം എന്താ വെച്ചെങ്കിൽ നമുക്ക് റിലാക്സ് ചെയ്ത് 20 ഓസിലേഷൻ അളക്കാം, കുറെ കൂടി കൃത്യമായ വില കിട്ടും. അതുകൊണ്ട് ടൈം പീരീഡ് കണ്ടെത്തി ലെങ്ത് ഒരു സ്കെയിൽ വെച്ച് അളന്ന് ഈ താഴെ കിടക്കുന്ന ജി എന്ന് പറയുന്ന വിലയാണ് ലബോറട്ടറിയിൽ കണ്ടെത്തേണ്ടത്, പരീക്ഷണം ചെയ്യും. എന്ന് വെച്ചാൽ കുമരനെല്ലൂർ സ്കൂളിലാണ് ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നതെങ്കിൽ കുമരനെല്ലൂർ സ്കൂളിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വില എത്ര എന്നാണ് ലാബിൽ കണ്ടെത്തുക. അപ്പൊ ഇതിൽ ജി കണ്ടെത്തണമെങ്കിൽ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യണം. ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോണത് റൂട്ടിന്റെ ഉള്ളിലാണ് ജി എടുക്കുന്നത്. ഇത് സ്ക്വയർ ചെയ്തെങ്കിലേ നടക്കുള്ളൂ. അപ്പൊ ജി ഈക്വൽ ടു ഇക്വേഷൻ ഇങ്ങനെ മാറും, 4π² ഇൻറ്റു L/T². മനസ്സിലായല്ലോ? ഇതിൽ നിങ്ങൾ പെൻഡുലം തൂക്കിയിട്ട നീളമാണല്ല സെന്റർ ഓഫ് മാസിലേക്കുള്ള നീളം. ടി എന്ന് പറയുന്നത് ടൈം പീരീഡ്. അപ്പൊ എല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം, സ്റ്റോപ്പ് വാച്ച് വെച്ച് ടൈം പീരീഡ് അളക്കാം. അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുമരനെല്ലൂർ സ്കൂളിലെ ജി കിട്ടും. അത് 9.8ന്റെ അടുത്തുണ്ടാവും. മനസ്സിലായല്ലോ? ഈ ബോബ് നിങ്ങൾ വലിയ മാസ് വെച്ചുകൊണ്ട് ഇതേ പരീക്ഷണം നടത്തി നോക്കാം. ഒട്ടെഴുത് ടെസ്റ്റിംഗ് മാസ് തൂക്കിയിട്ട് എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് ടൈം പീരീഡ് സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടുണ്ടോ നോക്കുക. നമ്മളുടെ ലോജിക്കില് കനം കൂടിയ ബോബാണെങ്കിൽ അതിന്റെ ടൈം പീരീഡ് മാറുന്നൊക്കെയാണ് വരിക. പക്ഷെ നിങ്ങൾ അത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ബോബിന്റെ മാസ് കൂട്ടിയത് കൊണ്ട് ടൈം പീരീഡ് മാറൂല. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ പെൻഡുലത്തിലെ ബോബിന്റെ മാസ് നിങ്ങൾ വർദ്ധിപ്പിച്ചാലും ടൈം പീരീഡ് മാറൂല. സ്റ്റോപ്പ് വാച്ചിൽ ഒരേ സമയം വരും. അപ്പൊ എനിക്ക് എന്ത് പറയാം? സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് ദി ബോബ്. ടൈം പീരീഡ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല കേട്ടാ. അതിനുശേഷം ഞാൻ ചെറിയ ഓസിലേഷൻ കൊടുത്തു, ടൈം നോക്കി, കുറച്ചുകൂടി വലിച്ചു വിട്ടു. കൂടുതൽ ദൂരത്തേക്കാണ് വലിക്കുന്നത് കേട്ടാ. അപ്പൊ കൂടുതൽ ദൂരത്തേക്ക് വലിക്കുമ്പോ കൂടുതൽ സമയം വേണ്ടി വരും അങ്ങോട്ട് പോയി വരാൻ എന്നാണ് നമ്മളുടെ ചിന്ത. പക്ഷെ നിങ്ങൾ കുറച്ച് ദൂരത്തേക്ക് വലിച്ചു വിട്ട് സ്റ്റോപ്പ് വാച്ച് നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നേരത്തെ വിട്ട അതേ സമയത്തിൽ തന്നെ തിരിച്ചെത്തും. വലിയ അതിശയമുള്ള കാര്യമാണ്. ചെറിയ ഡിസ്പ്ലേസ്മെന്റിൽ വിട്ടു, 2 സെക്കൻഡിൽ വന്നു. ദൂരത്തേക്ക് വലിച്ചു വിട്ടു, 2 സെക്കൻഡിൽ തന്നെ വരും നീളത്തിൽ മാറ്റല്ലെങ്കിൽ. അതിന്റെ അർത്ഥം എന്താ? ടൈം പീരീഡ്, സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് നിങ്ങൾ എത്ര ഡിസ്പ്ലേസ്മെന്റ്, എത്ര തീറ്റ ഈ ഇവിടെ മാറ്റുന്നു എന്നതിനനുസരിച്ച് വരുന്നില്ല. അതിനെ വിളിക്കുക ആംപ്ലിറ്റ്യൂഡ് എന്നാണ്. അതുകൊണ്ട് സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷന്റെ ടൈം പീരീഡ് ആ ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഇത് കറങ്ങുമ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണെന്ന് വിളിക്കുക. അപ്പൊ ആംപ്ലിറ്റ്യൂഡുകളെ ഡിപ്പെൻഡ് ചെയ്യുകയില്ല. So I can write T not proportional to the angular displacement theta. രണ്ടാമത്തെ ആളായിട്ടാ മാസായി ഈ വലിച്ചു വിടുന്ന ഡിസ്പ്ലേസ്മെന്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മൂന്നാമത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ലെങ്ത് ഒന്ന് മാറ്റി കൊടുക്കും. പരീക്ഷണ ലാബിൽ ചെയ്യുമ്പോൾ ലെങ്ത് 40 സെന്റിമീറ്റർ 50 സെന്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ടൈം അളന്ന് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ വ്യത്യാസം ഫീൽ ചെയ്യും. 40 സെന്റിമീറ്ററിൽ 15 സെക്കൻഡ് എന്ന് കിട്ടിയാൽ 50 സെക്കൻഡില് അത് 50 സെന്റിമീറ്ററിൽ അത് 20 സെക്കൻഡെന്നോ 18 സെക്കൻഡെന്നോ ആയി മാറും. കുറച്ചും കൂടി ലെങ്ത് കൂട്ടിയാൽ സമയം പിന്നെയും കൂടും. നമുക്ക് കിട്ടുന്ന ഇൻഫറൻസ് എന്താ? നീളത്തെ ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നീളം കൂടിയാൽ ടൈം പീരീഡ് കൂടും. മാസ് കൂടിയാ മാറൂല, നോക്കിക്കോളൂ. ആംപ്ലിറ്റ്യൂഡ് മാറിയാൽ അത് മാറൂല. പക്ഷെ സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത് മാറിയാൽ ഉടനെ തന്നെ ടൈം പീരീഡ് മാറും. ദാറ്റ് മീൻസ് ടൈം പീരീഡ് ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത് which is independent of mass and the amplitude, the displacement theta. ലെങ്തിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ നിങ്ങൾ ആ പരീക്ഷണം ചെയ്തു പോയാൽ 40 സെന്റിമീറ്ററിന് 50 സെന്റിമീറ്റർ അങ്ങനെ 100 സെന്റിമീറ്റർ വരെ നിങ്ങൾ സമയം അളക്കും. അപ്പൊ നിങ്ങൾ L സെറ്റ് ചെയ്തു, അതിന്റെ കറസ്പോണ്ടിങ് T എടുത്തു, ടൈം പീരീഡ് കണ്ടു. എല്ലാ കേസിലും നീളത്തെ ടൈമിന്റെ സ്ക്വയർ കൊണ്ട്, ടൈം പീരീഡിന്റെ സ്ക്വയർ കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് വാല്യൂ കിട്ടുള്ളൂ.
അങ്ങനെ ഫിക്സഡ് വാല്യൂ കിട്ടണമെങ്കിൽ L/T² കോൺസ്റ്റന്റ് വരണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? L/T² നേർ അനുപാതത്തിലാണ്. നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോഴൊക്കെ കണ്ടിട്ടുള്ളതാണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആയി വരണമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് നേരെ മാറണം. അതുകൊണ്ട് എല്ലും ടിയും തമ്മിൽ നിങ്ങൾ ഒരു T² തമ്മിൽ ഒരു ഗ്രാഫ് വരച്ചു നോക്കിയാൽ ആ പരീക്ഷണത്തിന്റെ ഉത്തരം ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടാം. കാരണം L/T² കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം L/T² നേർ അനുപാതത്തിലാണ്. സോ L/T² ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഇത് നമുക്ക് ലാബിൽ വരയ്ക്കേണ്ടിട്ടാ, ലാബൊക്കെ തുറക്കണ അവസ്ഥ വരട്ടെ, അപ്പൊ ചെയ്യാനുള്ളതാണ്. എന്നിട്ട് ഈ ലാബിൽ ഈ പറയുന്ന ഗ്രാഫിൽ നിങ്ങൾ L/T² കാണണമെങ്കിൽ ഒരു ചെറിയ ട്രയാങ്കിൾ വരയ്ക്കും. അതിൽ ഈ നീളം ABC എന്നാണ് പേര് കൊടുക്കും. AB എന്ന് പറഞ്ഞ നീളത്തിന് തുല്യ, BC എന്ന് പറഞ്ഞ T² തുല്യ. അപ്പൊ AB/BC ഗ്രാഫിൽ അളന്നു നോക്കിയാൽ നിങ്ങൾക്ക് L/T² കിട്ടും. അത് ഗ്രാഫിൽ നിന്ന് എടുത്ത് G കണ്ടെത്താനുള്ള ഈ സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്താൽ അപ്പോഴും നിങ്ങൾക്ക് G കിട്ടും, ഗ്രാഫിൽ നിന്നും കിട്ടും. L/T² ഇവിടെ നിങ്ങൾ കാൽക്കുലേഷനിൽ കിട്ടിയ വിലകൾ വെച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ കൊടുത്താലും G കിട്ടും. എങ്ങനെയൊക്കെ ചെയ്താലും എക്സ്പെരിമെന്റിന്റെ അവസാനത്തെ ഉത്തരം L/T² കണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 9.8 എത്തും. നമ്മൾ ഏത് വഴിയിലൂടെ വന്നു എന്നുള്ളതല്ല പ്രശ്നം, ഫൈനൽ ആൻസർ 9.8 കിട്ടേണ്ടതാണ്. ഇങ്ങനെ നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യണം. ഞാനിത് പറയാൻ കാരണം ഈ എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് പരീക്ഷണം എന്താണ് എന്ന് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. പിന്നീട് ഞാൻ ഒരിക്കൽ അതിന്റെ വീഡിയോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വീഡിയോ കാണിച്ചിരുന്നു. ഇനി നമുക്ക് അതിന്റെ വീഡിയോ കാണാം, എങ്ങനെയാണ് ലാബിൽ L/T² കാൽക്കുലേറ്റ് ചെയ്യണം. മനസ്സിലായല്ലോ? ഇത് L ഉം T² ഗ്രാഫാണ്. ഗ്രാഫിന്റെ സ്ട്രക്ചർ സ്ട്രെയിറ്റ് ലൈൻ ആണ്. എന്നാൽ L ഉം T യും തമ്മിലാണ് നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുന്നതെങ്കിൽ ആ ഗ്രാഫ് എങ്ങനെയാ വരിക? പരാബോള, ഇൻവേർട്ടഡ് പരാബോള. L ഉം T യും എല്ലാം പ്രൊപ്പോർഷണൽ ഇട്ടാ L പ്രൊപ്പോർഷണൽ ടു T² ആണ്. അപ്പൊ അത് മാത്രമേ സ്ട്രെയിറ്റ് ലൈൻ വരുന്നുള്ളൂ. മനസ്സിലായല്ലോ? ഈ പറയുന്ന പെൻഡുലത്തിന്റെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടത് നീളം വർദ്ധിപ്പിച്ചാൽ ടൈം പീരീഡ് കൂടി കൂടി വരും. അങ്ങനെ പരീക്ഷണം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ലെങ്ത് സിമ്പിൾ പെൻഡുലത്തിന് എത്തുമ്പോൾ അത് നീളം 1 മീറ്റർ ആണ്. 1 മീറ്റർ നീളത്തില് പെൻഡുലത്തിന്റെ നീളം എത്തിയാൽ അത് ഒരു തവണ മുന്നോട്ട് പോയി തിരിച്ചു വരുവാൻ എടുക്കുന്ന സമയം സ്റ്റോപ്പ് വാച്ചിൽ കിട്ടുക 2 സെക്കൻഡ് എന്നാണ്. അങ്ങനെ ഒരു ഓസിലേഷന് 2 സെക്കൻഡ് എടുക്കുന്ന പെൻഡുലങ്ങളുടെ പേരാണ് സെക്കൻഡ്സ് പെൻഡുലം. മനസ്സിലായല്ലോ? സെക്കൻഡ്സ് പെൻഡുലം മീൻസ് ദ ടൈം പീരിയഡ് ഓഫ് ഓസിലേഷൻ ഈസ് 2 സെക്കൻഡ്. എപ്പോഴേ കിട്ടുള്ളൂ? പെൻഡുലത്തിന്റെ നീളം 1 മീറ്ററിൽ എത്തുമ്പോഴേ 0.993 വരിക. 1 മീറ്ററിൽ എത്തുമ്പോഴേ ആ ടൈം പീരീഡ് വരുള്ളൂ. മനസ്സിൽ വെച്ചേക്കണം. ഒരു ഓസിലേഷന് 2 സെക്കൻഡ് എടുക്കുന്ന പെൻഡുലങ്ങളുടെ പേര് സെക്കൻഡ്സ് പെൻഡുലം. നീളം 1 മീറ്റർ ആയിരിക്കും ആ പെൻഡുലത്തിന്റെ. ഓക്കെ അല്ലോ? ഇനി ഇത് വെച്ചുകൊണ്ട് തന്നെ ഇത് തൂക്കിയിട്ടിരിക്കുന്ന ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ആണ് കേട്ടോ. വീട്ടിൽ പെൻഡുലം ക്ലോക്കുകൾ ഉണ്ട്. ആ പെൻഡുലം ക്ലോക്കുകളുടെ സമയം തീരുമാനിക്കുന്ന ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ച് ഇതേ ഇക്വേഷൻ ആണ്. 2.√L. പെൻഡുലം തൂക്കിയിട്ട് കഴിഞ്ഞാൽ നീളം കോൺസ്റ്റന്റാ. ആക്സലറേഷൻ ഡ്യൂ ടു വീടിരിക്കുന്ന സ്ഥലത്ത് എന്തെന്നെയാ? കോൺസ്റ്റന്റാ. അതുകൊണ്ട് ആ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്ന സമയത്തിൽ മാറ്റം വരാനൊന്നും പോകുന്നില്ല. പക്ഷെ ഇതേ പെൻഡുലം നിങ്ങൾ ചന്ദ്രനിലേക്ക് എടുത്തുകൊണ്ടെന്ന് വിചാരിക്കുക. ചന്ദ്രനില് ഈ പെൻഡുലത്തില് L മാറ്റാൻ പറ്റില്ല, പെൻഡുലത്തിലെ നീളം ഫിക്സഡാ. പക്ഷെ ചന്ദ്രനിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G അല്ല, അതിനേക്കാൾ കുറവാ, 1/6 ഉള്ളൂ ഭൂമിയുടെക്കാൾ. അപ്പൊ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചന്ദ്രനിൽ കുറയും. ചന്ദ്രനിൽ G കുറഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഡിനോമിനേറ്ററിലാണ് വില കുറഞ്ഞു, ന്യൂമറേറ്റർ കൂടി. ടൈം പീരീഡ് കൂടും. പെൻഡുലത്തെ ചന്ദ്രനിലേക്ക് ഉണ്ടായ, പെൻഡുലത്തെ സ്പേസിലേക്ക് ഉണ്ടായ ടൈം പീരീഡ് കൂടുക എന്താ അർത്ഥം എന്നറിയോ? ബോബ് മുന്നോട്ടേക്ക് പോയി തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുവാൻ ഒരുപാട് താമസം ഉണ്ടാവും. സ്ലോ മോഷനിൽ വരുന്നത് പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഈ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് നമ്മുടെ ഭൂമിയിലാണ് ഞാൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ചന്ദ്രനിലേക്ക് പോയാൽ ജിയുടെ വില കുറയും. ജിയുടെ വില കുറയുന്ന സ്ഥലങ്ങളിലെല്ലാം ടൈം പീരീഡ് കൂടും, പതുക്കെ ഓസിലേറ്റ് ചെയ്യും. അപ്പൊ സ്പേസിലേക്ക് ഉണ്ടായാലോ? സ്പേസിൽ G തന്നെ ഇല്ല.
ജി ഇല്ലെങ്കിൽ ജി ഈക്വൽ ടു 0 എന്ന് വരും. ജി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇവിടെ L ഡിവൈഡഡ് ബൈ 0 എന്നാണ്. 1/0 എന്ന് പറയുന്നത് പോലെയാണ്. 1/0ന്റെ വില എത്രയെന്ന് അറിയോ? അത് ഇൻഫിനിറ്റി ആണ്, അനന്തമാണ്. കാരണം ഒന്നുമല്ലാത്ത ആളെ കൊണ്ടയച്ചാൽ ആ വില നമുക്ക് ഇൻഫിനിറ്റി, അനന്തം, അൺഡിറ്റർമിൻഡ് ആണ്, കിട്ടില്ല. അത്രയും വലുത് എന്നർത്ഥം. ടൈം പീരീഡ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുവാൻ എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ്. അത് 2 സെക്കൻഡ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പെൻഡുലം മുന്നോട്ടേക്ക് പോയി എന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും 2 സെക്കൻഡ് മതി. അത് 10 സെക്കൻഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പെൻഡുലം മുന്നോട്ടേക്ക് പോയി എന്റെ അടുത്തേക്ക് വരാൻ 10 സെക്കൻഡ് വേണം. 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എന്നിൽ നിന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരാൻ 2 മണിക്കൂർ. അപ്പൊ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അങ്ങോട്ട് പോയ ആളുവിനോട് തിരിച്ചു വരില്ല. അതിന്റെ അർത്ഥം പെൻഡുലം ഓസിലേറ്റ് ചെയ്യോ? ഇല്ല. ഈ ക്ലോക്ക് നിങ്ങൾ സ്പേസിൽ കൊണ്ടുപോയി സമയം അളക്കാൻ നോക്കി കഴിഞ്ഞാൽ സമയം അളക്കാൻ പറ്റൂല. കാരണം there is no acceleration due to gravity in space. അതേസമയം ഞാൻ എന്റെ വാച്ചിൽ നോക്കി, വാച്ചിലും സമയം കിട്ടൂട്ടാ. സമയം കിട്ടാത്ത ഒരുപാട് ഉപകരണങ്ങളുണ്ട്. എന്റെ വാച്ചിൽ വല്ല പ്രശ്നം ഉണ്ടാവോ? അതിന് സാധ്യതയില്ല. കാരണം എന്താ അറിയോ? വാച്ച് വർക്ക് ചെയ്യണത് പെൻഡുലം ഓസിലേറ്റ് ചെയ്തതുപോലെ അല്ല. അതിന്റെ ഉള്ളിൽ ഒരു സ്പ്രിങ്ങിനെ നമ്മൾ ടൈറ്റായി തിരിച്ചു വെച്ച് കൊടുത്തുകൊണ്ട് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി ഉപയോഗിച്ചുകൊണ്ടാ, അല്ലെങ്കിൽ ബാറ്ററിയുടെ എനർജി യൂസ് ചെയ്തുകൊണ്ടാ. അത് നിൽക്കണമെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന എനർജി നിൽക്കണം, അപ്പോഴേ അത് നിൽക്കുള്ളൂ. അല്ലാതെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുമായിട്ട് നമ്മളുടെ വാച്ചിന് ഒരു ബന്ധമില്ല. സിമ്പിൾ പെൻഡുലം, അങ്ങനത്തെ പെൻഡുലം ക്ലോക്കുകൾക്ക് മാത്രമേ ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ചന്ദ്രനിൽ പോയാൽ എന്റെ വാച്ച് കൃത്യസമയം കാണിക്കും, സ്പേസിൽ പോയാൽ എന്റെ വാച്ച് കൃത്യസമയം കാണിക്കും. ജിയുടെ വില എവിടെ മാറുന്നുവോ അവിടെ പെൻഡുലം ക്ലോക്കുകളുടെ ടൈം പീരീഡ് മാറിയിരിക്കും. മനസ്സിൽ വെച്ചിരിക്കാം. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സിമ്പിൾ പെൻഡുലം ബന്ധപ്പെട്ട് കുറെ ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാവും. ഓക്കെ, ഇനി ടോപ്പിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അതിനുശേഷം ഞാൻ പ്രോബ്ലത്തിലേക്ക് പോകുന്നുള്ളൂ. റൂഫ് ഉണ്ടാ ക്ലാസ്സിലെ? മെഹ്റൂഫ് മെഹറൂഫ് ക്ലാസ്സിലുണ്ടോ? എവിടെ മെഹറൂഫേ, കാര്യങ്ങൾ മനസ്സിലായോ? എന്താണ് എന്താ മനസ്സിലാവാത്തെ? ഇക്വേഷൻ പ്രൂവ് ചെയ്യാൻ. ഏതിന്റെ ഇക്വേഷൻ പ്രൂവ് ചെയ്യാനാ മനസ്സിലാവാത്തെ? ടൈം പീരീഡ്. സിമ്പിൾ പെൻഡുലാണോ? ഓക്കെ, അത് ഞാൻ കൈ ക്ലാസ് അവസാനിക്കുമ്പോ സമയം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ പറയാട്ടാ. അടുത്തൊരു പ്രോബ്ലം എഴുതി വെക്കാട്ടാ. എങ്കിൽ നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. നോട്ട് ബുക്ക് എടുക്കുക, പ്രോബ്ലം നോട്ട് ചെയ്യുക, കാൽക്കുലേറ്റർ എടുത്തോളാം ഞാൻ പറഞ്ഞിരുന്നു കേട്ടാ. എഴുതി വെച്ചോളൂ. On an average human heart, പ്രോബ്ലം എഴുതി വയ്ക്കാം. എന്താ പ്രോബ്ലം നോക്കിക്കോളൂ. ഓൺ ആൻ ആവറേജ് ഹ്യൂമൻ ഹാർട്ട് ഈസ് ഫൗണ്ട് ടു ബീറ്റ്
72 times in a minute. Calculate the period and frequency of heart. ഒരു സാധാരണ ഹ്യൂമൻ ഹാർട്ട്, മനുഷ്യന്റെ ഹൃദയം ഒരു മിനിറ്റിൽ 72 തവണയാണ് മിടിക്കുന്നത്. ചില ആളുകൾക്ക് വ്യത്യാസമൊക്കെ ഉണ്ടാവും, ആവറേജാ പറഞ്ഞേക്കുന്നത്. അങ്ങനെ മിടിക്കുന്നതെങ്കിൽ ഒരു മിനിറ്റിലാണ് കേട്ടോ 72 തവണ എങ്കിൽ അതിന്റെ ടൈം പീരീഡ് എന്ത്, അതിന്റെ ഫ്രീക്വൻസി എന്ത്? വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ടൈം പീരീഡിന്റെയും ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക, ഒരു തവണയും കൂടി ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു അതിൽ നിങ്ങൾക്ക് എടുത്തെഴുതാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാവും, അതൊന്ന് എടുത്തെഴുതുക. എടുത്തെഴുതിന് ശേഷം നമുക്ക് വേണ്ട ക്വസ്റ്റിന് എന്താ കണ്ടെത്തേണ്ടതെന്നുള്ളതിന് ക്വസ്റ്റ്യൻ മാർക്ക്, അതിനുശേഷം ഒരു ഇക്വേഷൻ എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫൈനൽ ആൻസർ വിത്ത് യൂണിറ്റ്. ഇതാണ് രീതി. നമുക്ക് പറഞ്ഞു തുടങ്ങാലോ. കാവ്യ ഉണ്ടോ ക്ലാസ്സിലെ? ക്ലാസ്സിൽ കാവ്യ ഉണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ ഡാറ്റ ഉള്ളതെന്ന് വേഗം പറയൂ. പറയാൻ പറ്റുന്നുണ്ടോ കാവ്യ? ഹലോ, ഓക്കെ, ഞാനിവിടെ പറയാം. തന്നിരിക്കുന്നത് 72 തവണ ഒരു മിനിറ്റിൽ അടിക്കുന്നതാണ്. അപ്പൊ ടൈം തന്നിട്ടുണ്ട് എത്രയാ? 60 സെക്കൻഡ് ആണ്. നമ്പർ ഓഫ് പീരിയോഡിക് മോഷൻ എത്ര തവണ ഒരു മിനിറ്റിലുണ്ട്? 72 ടൈംസ് ആണ്. ടൈം പീരിയഡ് എന്താണെന്നാണ് ആദ്യത്തെ ചോദ്യം. അത് കഴിഞ്ഞാൽ ഫ്രീക്വൻസി എന്താണെന്നാണ് രണ്ടാമത്തത്. നമുക്ക് ആദ്യം ടൈം പീരിയഡ് നോക്കാം. ടൈം പീരിയഡ് T is equal to what is time period? ഒരു ഓസിലേഷന് വേണ്ട, ഒരു പീരിയോഡിക് മോഷന് വേണ്ട, ഒരു തവണ ഹാർട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ട സമയമാണ് ടൈം പീരിയഡ്. നമുക്ക് തന്നുള്ള എന്താ? 60 സെക്കൻഡിൽ 72 തവണയാണ്. അപ്പൊ ഒരു സെക്കൻഡിൽ എത്രയാ? ആകെ സമയത്തെ നമ്പർ ഓഫ് പീരിയോഡിക് മോഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു തവണത്തെ കിട്ടി. സോ യു ഗെറ്റ് T is equal to 60. Number of vibration or number of periodic motion in 1 second divided by time ആണ്. So it is 72 by 60 ആണ്. എത്രയാ നോക്കാം? 72 by 60. It is 0.81 ആണോ നോക്കൂ. ടൈം പീരീഡ് ആണ്, യൂണിറ്റ് സെക്കൻഡ്. ഒന്നാമത്തെ ആളായി. രണ്ടാമത്തെ ചോദിച്ചിരിക്കുന്നത് ഫ്രീക്വൻസി ആണ്, 83 ആണ്. ഫ്രീക്വൻസി F is equal to 1/T ആണ്. ടൈം പീരീഡ് കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് 1 divided by time period 0.83, that is equal to 1.2. എത്ര വില വരുന്ന നോക്കൂ. 1.2 ഹെർട്സ് ആണ്. നോട്ട് ബുക്കില് അത് എഴുതി വെക്കാം. നേരിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലം ആണ് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്. ടൈം പീരീഡ് 0.8. ഓക്കെ, 60/72 അല്ലേ? എന്ത്? 0.83 സെക്കൻഡ്സ് 60/72. ഓക്കെ, തിരിച്ചതാ 60/72 എങ്കിലേ ആൻസർ വരുള്ളൂ. 0.83. ഇക്വേഷൻ മാറുമോ സാർ? എവിടെ? n/t എന്നുള്ള ഇക്വേഷൻ മാറുമോ? ഓക്കെ ഓക്കെ ഓക്കെ, തിരിച്ചുള്ളതാ. ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വൈബ്രേഷൻ. ഒരു വൈബ്രേഷന് വേണ്ട സമയമാണ്. ഇക്വേഷൻ തിരിഞ്ഞിട്ടുള്ളതാണ്. ആകെ സമയത്തെ ആകെ എണ്ണ വൈബ്രേഷൻ കൊണ്ടാണ് ഹരിക്കേണ്ടത്. T/n ആണ്. 60/72 0.83. നീ പറഞ്ഞതാണ് ശരി. എഴുതി വയ്ക്കാൻ നോട്ട് ബുക്കിലേക്ക്.
അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാലോ. സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് കിടക്കാലോ. Okay, sir. Sir. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് question number 2. What is the frequency of oscillation of a simple pendulum? Mounted in a cabin which is freely falling. Under gravity. നോക്കാം. What is the frequency of oscillation of a simple pendulum mounted in a cabin? ഒരു ക്യാബിനില് ഒരു ലിഫ്റ്റില് ഒരു സിമ്പിൾ പെൻഡുലം കൊണ്ടുപോയി തൂക്കിയിട്ടിരിക്കുന്നത്, വിച്ച് ഈസ് ഫ്രീലി ഫോളിങ്. ലിഫ്റ്റ് കയറ് പൊട്ടി താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ ആ ലിഫ്റ്റില് സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എന്തായിരിക്കും എന്നുള്ളതാണ്. കയറ് പൊട്ടി താഴേക്ക് വീഴുന്ന ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി താഴത്തേക്ക് വീഴുന്ന ലിഫ്റ്റ് എന്നാണ് അർത്ഥം. സ്വതന്ത്രമായി താഴത്തേക്ക് വീഴുന്ന ലിഫ്റ്റിനെ സംബന്ധിച്ച് അതിന്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വില എന്ന് പറയുന്നത് 9.8 ആണ്. അങ്ങനെ 9.8 ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ താഴത്തേക്ക് വരുമ്പോൾ അതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഓബ്ജക്റ്റുകൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു വെയിറ്റ് ഉണ്ട്. അപ്പാരന്റ് വെയിറ്റ് ഓഫ് എൻ ഓബ്ജക്റ്റ് എന്നാണ് അതിനെ വിളിക്കുക. ഒരു ഓബ്ജക്റ്റ് മുകളിലേക്ക് ഒരു ആക്സലറേഷനോട് കൂടി പോയാൽ അതിന് ഫീൽ ചെയ്യുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പ്ലസ് മുകളിലേക്ക് എന്ത് ആക്സലറേഷനോട് കൂടിയിട്ട് ആ വസ്തു പോകുന്നു എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് G+A എന്നാണ് എഴുതാം. മുകളിലേക്ക് പോകുമ്പോ ആക്സലറേഷനോട് കൂടി മുകളിലോട്ട് പോകുന്ന വസ്തുക്കൾക്ക് 9.8 അല്ല ഫീൽ ചെയ്യുക, അതിനേക്കാൾ കൂടിയിരിക്കും. അത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂമിയുടെ പ്ലസ് ആ വസ്തു മേലേക്ക് പോകുന്ന ആക്സലറേഷൻ ആയിരിക്കും. അപ്പാരന്റ് വെയിറ്റ് ഓഫ് എൻ ഓബ്ജക്ട് എന്നുള്ള ടോപ്പിക്കിൽ വരുന്നതാണ്. 4ാമത്തെ ചാപ്റ്റർ ലോസ് ഓഫ് മോഷനിലുള്ളതാണ്. അതുകൊണ്ട് മുകളിലേക്കുള്ള മോഷനിലെ നെറ്റ് ആക്സലറേഷൻ എന്ന് പറയുന്നത് G+A ആണ്. താഴേക്ക് വരുന്ന ഓബ്ജക്റ്റിന്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇത് അപ്വേർഡ്, ഇത് ഡൗൺവേർഡ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് G-A ആണ്. അപ്പൊ താഴത്തേക്ക് വരുന്ന ഒരു വസ്തുവിന് ഫീൽ ചെയ്യുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വില 9.8 കുറവായിരിക്കും. ജിയുടെ വില കുറയെന്ന് പറഞ്ഞ അർത്ഥം വെയിറ്റ് കുറയുന്നു എന്നാണ് കേട്ടോ. അതേസമയം സ്വതന്ത്രമായി താഴത്തേക്ക് വീഴുന്ന വസ്തുവിന്റെ താഴത്തേക്ക് വരുന്ന ആക്സലറേഷൻ എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ഈ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെയാണ് നമ്മൾ ജി എന്ന് തന്നെ വിളിക്കാറുള്ളത്. അതുകൊണ്ട് സ്വതന്ത്രമായി താഴത്തേക്ക് പതിക്കുന്ന ഒരു വസ്തുവിന്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് G-A പകരം എന്തെന്നെ കൊടുക്കാം? G-G എന്ന് തന്നെ എഴുതാം. G-G എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. അതുകൊണ്ട്
ലിഫ്റ്റിന്റെ ഉള്ളിൽ ഒരു സിമ്പിൾ പെൻഡുലം ആയിരുന്ന ലിഫ്റ്റിന്റെ കയർ തന്നെ പൊട്ടി താഴത്തേക്ക് വീണാൽ അതിന്റെ ഉള്ളിലെ വസ്തുക്കൾക്ക് ഫീൽ ചെയ്യുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാ? 0 ആണ്. ഇത് മനസ്സിൽ വെച്ചേക്കാം. ടൈം പീരിയഡ് ഫ്രീക്വൻസി എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫ്രീക്വൻസി കണ്ടെത്തണമെങ്കിൽ ഇക്വേഷൻ ആണ് ഫ്രീക്വൻസി F is equal to 1/t ആണ്. ടൈം പീരിയഡിന്റെ ഇക്വേഷൻ എന്താ? 2π into √L/g ആണ്. അതിൽ സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത്തിന് മാറ്റമില്ല. ലിഫ്റ്റ് പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിലും L സെയിം ആണ്. പക്ഷെ G സെയിം അല്ല. ലിഫ്റ്റിന്റെ കയറ് പൊട്ടിയാൽ സ്വതന്ത്ര വീഴ്ചയാണ്. സ്വതന്ത്ര വീഴ്ചയിൽ അതിന് ഫീൽ ചെയ്യുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആണ്. സോ ഇറ്റ് ഈസ് 2π into √L divided by 0 എന്ന് വരും. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം L/0 എന്ന് പറഞ്ഞാൽ 1/0 അതിന്റെ ഉള്ളിലുണ്ട് എന്നാണ്. 1/0ന്റെ വില ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഇൻഫിനിറ്റി കൊണ്ട് ബാക്കിയുള്ള ആളുകളെ കുറിച്ചാൽ ഗുണിച്ചാൽ ഇൻഫിനിറ്റി തന്നെയാണ് വരിക. വലിയ നമുക്ക് അളക്കാൻ പറ്റാത്ത വില എന്ന അർത്ഥം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ടൈം പീരിയഡിന്റെ വില ഇൻഫിനിറ്റി ആണ്. സിമ്പിൾ പെൻഡുലം ടൈം പീരിയഡ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങോട്ട് പോയ ആൾക്ക് ഇങ്ങോട്ട് വരവില്ല. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെക്കൻഡിൽ എത്ര തവണ വന്നു എന്നാണ്. അപ്പൊ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്താൽ F is equal to 1/t കണ്ടാൽ നിങ്ങൾക്ക് കിട്ടാൻ പോണത് 1/∞ എന്നാണ്. ഒന്നിന് അനന്തമായ ഒരു സംഖ്യ കൊണ്ടായിരിക്കും. സംഖ്യ ചെറുതായി 1/∞ നമ്മൾ പറയാ ഇറ്റ് ഈസ് 0 എന്നാണ്. ഫ്രീക്വൻസി 0 എന്ന് പറഞ്ഞാൽ അർത്ഥം ആ പെൻഡുലം പോയാൽ തിരിച്ചു വരില്ല. ഇറ്റ് വിൽ നോട്ട് ഓസിലേറ്റ്. മനസ്സിലായല്ലോ? തൽക്കാലം നിങ്ങൾ എഴുതി വെക്കേണ്ടത് അപ്വേർഡ് മോഷൻ ആക്സിലറേഷൻ G ഡാഷ് പുതിയത് എന്ന അർത്ഥത്തിൽ ഇസ് ഈക്വൽ ടു G+A ആണ്. ഡൗൺവേർഡ് മോഷൻ ആക്സിലറേഷൻ G ഡാഷ് ഇസ് ഈക്വൽ ടു G-A ആണ്. ഫ്രീലി ഫോളിംഗ് സ്വതന്ത്രമായിട്ട് താഴത്തേക്ക് വീണാൽ ആക്സിലറേഷൻ G ഡാഷ് ഇസ് ഈക്വൽ ടു G-G 0 എന്ന് എഴുതി കൊടുക്കുക. ഇത് സൈഡിലൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ശേഷം ഫ്രീക്വൻസി കണ്ടെത്താൻ ചോദിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി ഇക്വേഷൻ 1/t. അതിന് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. അറിയില്ല. 1/t കിട്ടണമെങ്കിൽ t കിട്ടണം. ടിയുടെ ഇക്വേഷൻ t = 2π into √L/g ആണ്. So it is t is equal to 2π into √L/ പുതിയ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 2π into √L/g dash. G dash G-G ആണ്. 0 കൊടുക്കുക. You get time period t is equal to infinity. താഴെ therefore F is equal to 1/∞, that is equal to 0. നോട്ട് ബുക്കില് പകർത്തി വെക്കാം. പകർത്തി വെച്ചതിന് താഴെ എഴുതുക it will not oscillate. കയറ് പൊട്ടി വീഴുന്ന ലിഫ്റ്റിന്റെ ഉള്ളിലോ ക്യാബിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സിമ്പിൾ പെൻഡുലം എന്ത് ചെയ്യില്ല? ഓസിലേറ്റ് ചെയ്യില്ല. താഴെ ഒരു ലൈൻ ആയിട്ട് ചേർത്ത് വെക്കുക. വേഗം എഴുതാട്ടാ. അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. അടുത്ത പ്രോബ്ലം പറയാലോ? അയ്യാ ആയിട്ടില്ല. മൂന്നാമത്തെ പ്രോബ്ലം എഴുതി വയ്ക്കുക. If t is the time period of oscillation of a simple pendulum, show that
the time taken by the bob to go directly from its mean position to half the amplitude is t by 12. മുന്നത്തെ പ്രോബ്ലം വായിക്കുന്നുണ്ട്, പുതിയ പ്രോബ്ലം എഴുതിയെടുക്കാം. ഒരു ഷോ ദാറ്റ് ക്വസ്റ്റൻ ആണ്, നിങ്ങൾ പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. If t is the period of oscillation of a simple pendulum, ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരിയഡ് ക്യാപിറ്റൽ ടി ആണെന്ന് കരുതുക. ഷോ ദാറ്റ് the time taken by the bob to go directly from its mean position to half the amplitude is. നിൽക്കുന്ന ഇക്വിലിബ്രിയം പൊസിഷന് ആംപ്ലിറ്റ്യൂഡിന്റെ പകുതി ദൂരം ഉയരത്തിലേക്ക് എത്താൻ വേണ്ട സമയം ടൈം പീരിയഡിന്റെ 1/12 ആണെന്ന് പ്രൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. നമുക്ക് അതിന് എടുത്ത് എഴുതാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തിടാം. ആംപ്ലിറ്റ്യൂഡ് നമുക്ക് തൽക്കാലം എ ആണെന്ന് വിചാരിക്കാം. ആംപ്ലിറ്റ്യൂഡ് എ ആണെങ്കിൽ ഇതിന് എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? If t is the period of oscillation of a simple pendulum, show that time taken by the bob to go directly from its mean position to half the amplitude. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് y എന്നോ x എന്നോ എഴുതിയാൽ അത് ആംപ്ലിറ്റ്യൂഡിന്റെ പകുതിയേ ഉണ്ടാവാൻ പാടുള്ളൂ. y എന്നോ x എന്നോ എഴുതിയാലും കുഴപ്പമില്ല. a/2. പീരിയഡ് നമുക്ക് എത്ര എടുക്കാം? ക്യാപിറ്റൽ ടി ആണെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെന്റ് കിട്ടാൻ വേണ്ട സമയം 1/12 of t ആണ്, ടൈം പീരിയഡ് ആണെന്ന് കാണിച്ചു കൊടുക്കും. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ? നമ്മൾ x ആണ് എഴുതിയിട്ടുള്ളതെങ്കിൽ y ക്ക് പകരം ഇവിടെ x എന്ന് കൊടുത്താലും മതി. x ന്റെ ഇക്വേഷൻ എന്താ? x is equal to a sin ഒമേഗ. ഈ ഒമേഗ എന്ന് പറയുന്ന ആളെ നമുക്കറിയാം. ഒമേഗ is equal to 2π/t ആണ്. എനിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ന്റെ വില ആംപ്ലിറ്റ്യൂഡിന്റെ പകുതി ആയിരിക്കുമ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എക്സിന്റെ സ്ഥാനത്ത് ആംപ്ലിറ്റ്യൂഡ് ബൈ 2 ഈക്വൽ ടു എ ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ് അതേപോലെ ഉണ്ട് സൈൻ 2π/t ഇൻറ്റു സ്മോൾ ലെറ്റർ. എ ഗെറ്റ് ക്യാൻസർ, എ നമുക്ക് വെട്ടി ഒഴിവാക്കാം. അപ്പൊ എനിക്ക് ഇവിടെ കിട്ടുന്നത് 1/2 is equal to sin 2π/t into small letter t ആണ്. ഈ നോക്കുക, ഈ ആർഗ്യുമെന്റ് ടേം എന്ന് പറയുന്നത് ആംഗിൾ വരുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പൊ ഈ ആർഗ്യുമെന്റ് ടേം അഥവാ ഇത് സൈൻ തീറ്റ എന്ന് വേണമെങ്കിൽ വായിക്കാം. തീറ്റയുടെ സ്ഥാനത്ത് കുറെ ആളുകൾ ഉണ്ട് എന്നർത്ഥം. സൈൻ തീറ്റയുടെ വില 1/2 വന്നിട്ടുണ്ട്. അപ്പൊ തീറ്റ എത്രയെന്ന് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ സയന്റിഫിക് കാൽക്കുലേറ്ററിലെ ഈ സൈനെ പുറത്തേക്ക് കൊണ്ടുവന്ന സൈൻ ഇൻവേഴ്സ് എന്ന് വരും. സൈൻ ഇൻവേഴ്സ് 1/2 അടിച്ചു കഴിഞ്ഞാൽ ആംഗിൾ കിട്ടും. ഇത് അതിലേക്കൊന്ന് പോകേണ്ട, നമുക്ക് നേരിട്ട് പറയാം. സൈൻ തീറ്റയുടെ വില 1/2 വരണമെങ്കിൽ തീറ്റ എത്ര നോക്കൂ. സൈൻ്റെ ടേബിൾ പ്രകാരം 0, 1/2 ഇങ്ങനെയാണ് ആംഗിൾ പറയാം. 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി വിലകളിൽ ഇതിന്റെ വിലകൾ ഇങ്ങനെയാണ് വരിക. 0ക്ക് 0, 30ക്ക് 1/2, 1/√2, √3/2,
1. അപ്പൊ എത്ര ഡിഗ്രിയിലാണ് വന്നിട്ടുള്ളത്? 30 ഡിഗ്രിയിലാണ്. റേഡിയൻ പ്രകാരം പറയുകയാണെങ്കിൽ π/2 എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പൊ 30 എന്ന് പറയുന്നത് എത്രയായി? π/6 ആണ്. അതുകൊണ്ട് sin 2π/t 1/2 വന്നാൽ അതിന്റെ അർത്ഥം 2π/t യുടെ വില ഇൻറ്റു സ്മോൾ ലെറ്റർ ടി യുടെ വില π/6 റേഡിയൻ ആണ്, അഥവാ 30 ഡിഗ്രി ആണ്. അതിലൊരു പൈനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്നത് എന്താ? സ്മോൾ ലെറ്റർ ടി ഇൻറ്റു 2/T. സ്മോൾ ലെറ്റർ ടി നമുക്ക് മാറ്റി എഴുതിയാൽ സ്മോൾ ലെറ്റർ ടി is equal to ഈ ടി അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ T/6 ഇവിടുത്തെ 2 ഡിനോമിനേറ്ററിലേക്ക് വന്നു. അപ്പൊ ഇൻറ്റു 2. So you get time t is equal to T/12. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതും T/12 ആണ്. ആംപ്ലിറ്റ്യൂഡിന്റെ നേർ പകുതി ഡിസ്പ്ലേസ്മെന്റ് കിട്ടാൻ വേണ്ട സമയം ടൈം പീരിയഡിന്റെ 1/12 ടൈം പീരിയഡിനെ 12 ഭാഗമാക്കിയാൽ അതിലൊരു ഭാഗത്തിന് തുല്യമാണ് എന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കുക. Now you get the time period t is equal to capital T/12. പറഞ്ഞതില്ല എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. മനസ്സിലായവർ നോട്ട് ബുക്കിലേക്ക് എഴുതിയിടുക. ചെയ്തത് മനസ്സിലായിട്ടുണ്ടോ? അൽഫാസ് ക്ലാസ്സിലുണ്ടോ? അൽഫാസ് ക്ലാസ്സിലുണ്ടോ? പ്രോബ്ലം ഇനി പറയണോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നേ. നെക്സ്റ്റ് പ്രോബ്ലം എഴുതി വയ്ക്കുക. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് LT² ഗ്രാഫ് ഓഫ് എ സിമ്പിൾ പെൻഡുലം? കാൽക്കുലേറ്റ് അതിന്റെ കൂടെ തന്നെ കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് എ സിമ്പിൾ പെൻഡുലം of periods √3 seconds. നോക്കാം. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് LT² ഗ്രാഫ് ഓഫ് എ സിമ്പിൾ പെൻഡുലം? ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ
എൽ ടി സ്ക്വയർ ഗ്രാഫിന്റെ ഷേപ്പ് എന്തായിരിക്കും എന്നാണ്. ഇപ്പൊ ഞാനത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടേ ഉള്ളൂ. എൽ ടി സ്ക്വയർ ഗ്രാഫിന്റെ ഷേപ്പ് എന്താണ്? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഓഫ് പീരീഡ് √3 സെക്കൻഡ്. അങ്ങനെയെങ്കിൽ √3 സെക്കൻഡ് ടൈം പീരീഡ് വരുന്ന സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത് എത്രയായിരിക്കും ഉണ്ടാകുക എന്നാണ് ചോദ്യം. എന്താണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത്? എൽ ടി സ്ക്വയർ ഗ്രാഫ്. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് എൽ ടി സ്ക്വയർ ഗ്രാഫ്? സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതുകൊണ്ട് എൽ എക്സ് ആക്സിസിൽ ടി സ്ക്വയർ വൈ ആക്സിൽ എടുത്താൽ ഗ്രാഫിന്റെ ഷേപ്പ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ദിസ് ഈസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റ്. എക്സ്പെരിമെന്റ് എന്താണ് എന്നുള്ള മുൻകൂട്ടി പറഞ്ഞത് കൊണ്ട് ഈ ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. എൽ ടി സ്ക്വയർ സ്ട്രെയിറ്റ് ലൈൻ ആണ്. രണ്ടാമത്തെ പാർട്ട് അതിൽ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഓഫ് പീരീഡ് √3 സെക്കൻഡ് എന്നാണ്. ടൈം പീരീഡ് തന്നിട്ടുണ്ട്. ടി ഈസ് ഈക്വൽ ടു √3 സെക്കൻഡ് ആണ്. അങ്ങനെയെങ്കിൽ ലെങ്ത് കണ്ടെത്തി കൊടുക്കുക എന്നാണ്. എന്താണ് സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ? ടി സമം 2π × √L/g ആണ്. ഇതിൽ L എന്താണ് എന്നാണ് ചോദ്യം. അപ്പൊ അത് റൂട്ടിന്റെ ഉള്ളിലാണ്. റൂട്ടിന്റെ ഉള്ളിൽ നിന്ന് എല്ലിനെ പുറത്തേക്ക് എടുക്കണമെങ്കിൽ സ്ക്വയർ ചെയ്യണം. അപ്പൊ ഇക്വേഷനിൽ റീഅറേഞ്ച്മെന്റ് വേണം. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ടി സ്ക്വയർ ഇടത് ഭാഗത്ത്, ഇവിടെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 2ന്റെ സ്ക്വയർ 4, പൈക്ക് സ്ക്വയർ പൈ സ്ക്വയർ ആയി. റൂട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇവർ പുറത്ത് ചാടും. L/g. അതിൽ L എത്രയാണെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ അവിടെയുള്ള ബാക്കി സിമ്പലുകളെല്ലാം ഇപ്പുറത്തേക്ക് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരിക. സോ യു ഗെറ്റ് L is equal to G into T square by 4 pi square എന്ന് കിട്ടും. കാൽക്കുലേറ്ററില് ആ വിലകള് അടിച്ചു നോക്കുക സബ്സ്റ്റിറ്റ്യൂഷന് ശേഷം. ദാറ്റ് ഈസ് L is equal to ജിയുടെ വില 9.8 ആണ് ഇൻറ്റു ടി സ്ക്വയർ. ടി എന്ന് പറയുന്നത് √3 ആണ്. അപ്പൊ നമുക്ക് വരിക √3യുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 into 3.14 സ്ക്വയർ. ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക കാൽക്കുലേറ്ററില്. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സയന്റിഫിക് കാൽക്കുലേറ്ററിൽ അടിക്കാം. എന്റെ വരുന്ന ആൻസർ 0.74 മീറ്റർ എന്നാണ് ഞാൻ എഴുതി വെച്ചത്. അതാണോ നിങ്ങൾക്ക് നോക്കൂ. This is the length of the pendulum whose time period is √3 second. നോട്ടിലേക്ക് പകർത്താം. ഈ പ്രോബ്ലം ചെയ്യുന്നത് സ്റ്റെപ്പുകള് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കണട്ടോ. മനസ്സിലാവുന്നത് സാർ. ഓക്കെ, എങ്കിൽ ഞാൻ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാണ്. പ്രോബ്ലം നമ്പർ 5 നോട്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ്. നിങ്ങൾ ശ്രമിച്ചു നോക്കാം. Explain what happens to the time period of oscillations if the point of suspension മൂന്നാല് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോന്നായിട്ട് നമ്പർ ഇട്ട് എഴുതിയിരിക്കും. moves
vertically upwards with an acceleration a. രണ്ടാമത്തേത് moves vertically downwards with an acceleration a. acceleration symbol a തന്നെ കൊടുത്തിട്ടുള്ളത്. മൂന്ന് falls freely under gravity. നാല് moves horizontally. With an acceleration a. അഞ്ച് moves upwards with a constant velocity. ആറ് is taken to a height equal to the radius of Earth. ബോർഡ് നിറച്ച് പ്രോബ്ലം ആണ്. പക്ഷെ കാര്യമായിട്ടില്ല, ഒരു ഇക്വേഷൻ ബേസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയൽ മാത്രമാണ്. ശ്രദ്ധിക്കാം. Explain what happens to the time period of oscillation. Time period of oscillation എന്ത് സംഭവിക്കുമെന്ന് വിശദീകരിക്കുക. എപ്പോഴൊക്കെയാണ്? ഒന്ന്, moves vertically upwards with an acceleration a. ഒരു ആക്സിലറേഷനോട് കൂടി മുകളിലേക്ക് പോവുകയാണെങ്കിൽ ടൈം പീരീഡിന് എന്ത് സംഭവിക്കും? ഞാൻ ചോദിക്കുന്നവരൊന്ന് മറുപടി പറയാൻ പറ്റുമോ നോക്കാം. മുകളിലേക്ക് പോവുകയാണ്, മുകളിലേക്ക് ആക്സിലറേഷനോട് കൂടി പോകുമ്പോ അത് ഫീൽ ചെയ്യുന്ന ആക്സിലറേഷൻ വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പ്രോബ്ലത്തിൽ അത് പറഞ്ഞതാണ്. അങ്ങനെ മുകളിലേക്ക് പോകുന്ന കേസ് ആണെങ്കിൽ അതിന്റെ ഉള്ളിലിരിക്കുന്ന വസ്തുവിന് അല്ലെങ്കിൽ ആ വസ്തുവിന് ഫീൽ ചെയ്യുന്ന ആക്സിലറേഷൻ കൂടുക ചെയ്യുക കുറേ ചെയ്യുക? കൂടാണ്. അപ്പൊ ടൈം പീരിയഡിന്റെ ഇക്വേഷനിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. ടൈം പീരിയഡ് ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്നല്ല വരിക. ജിക്ക് പകരം വസ്തു മേലേക്ക് പോകുന്ന ആക്സിലറേഷൻ കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ടോട്ടൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ എന്തായി? ജി പ്ലസ് എ ആണ്. മുകളിലേക്ക് ആക്സിലറേഷനോട് കൂടി പോകുന്ന ഓബ്ജക്റ്റ് ആണെങ്കിൽ അപ്പൊ ഡിനോമിനേറ്ററിലെ ടേം വർദ്ധിച്ചു. ഇടത് ഭാഗത്ത് ന്യൂമറേറ്ററിൽ വരുന്ന ആളുടെ വില സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും നോക്കുക. ഇത് കൂടിയാൽ ഈ ഭാഗത്ത് ഇടത് ഭാഗത്ത് ടൈം പീരീഡ് എന്ത് ചെയ്യണം? ടൈം പീരീഡ് കുറയണം. ശരിയല്ലേ? ആരുമില്ല. ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി യില് ജി പ്ലസ് എയില് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യം when the object is moving upwards time period decreases. Time period decrease ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പെൻഡുലം മുന്നോട്ടേക്ക് പോയി തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയം കുറഞ്ഞു. പെട്ടെന്ന് ഓസിലേഷൻ നടക്കും എന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? അപ്പൊ ഇത് എഴുതി വെക്കുക. ടി സമം 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി പ്ലസ് എ. ദാറ്റ് ഈസ്
net acceleration increases, time period decreases. ഇതാണ് മറുപടി കൊടുക്കേണ്ടത്. Net acceleration increases, time period decreases. മേലേക്കുള്ള ആക്സലറേഷൻ കൂടി, ടൈം പീരീഡ് കുറഞ്ഞു. നോട്ടിൽ എഴുതി വയ്ക്കാം. ഇനി രണ്ടാമത്തേലേക്ക് പോവാം. മൂവ്സ് വെർട്ടിക്കലി ഡൗൺവേർഡ് വിത്ത് ആൻ ആക്സലറേഷൻ. നേരെ താഴത്തേക്കാണ് വരുന്നതെങ്കിലോ എന്നാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടുണ്ടാവും. താഴത്തേക്കാണ് വരുന്നതെങ്കിൽ എന്താണ്? ആക്സിലറേഷൻ കുറയും. അപ്പൊ ആദ്യം ഇക്വേഷൻ എഴുതാം. ടി സമം 2π into root of L by G plus A ക്ക് പകരം ഇവിടെ എന്ത് വരും? G minus A. G minus A എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആള് നേരത്തെ ഉള്ളതിനേക്കാൾ കുറഞ്ഞു. ഡിനോമിനേറ്ററിൽ ആള് കുറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ന്യൂമറേറ്ററിൽ വരുന്ന ആളുടെ വില കൂടണം. അപ്പൊ നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് ഇക്വേഷൻ എഴുതിയിട്ട് നെറ്റ് ആക്സിലറേഷൻ ഡിക്രീസസ്, therefore ടൈം പീരീഡ് ഇൻക്രീസസ്. അതിന്റെ ഭാഗമായിട്ട് ടൈം പീരീഡ് കൂടും. നോട്ട് ബുക്കിൽ പകർത്തണം കേട്ടോ. അപ്പൊ രണ്ടാമത്തതിന്റെ മറുപടിയായി. ഇനി മൂന്നാമത്തതിലേക്ക് നോക്കാം. ഫാൾസ് ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവമാണത്. സ്വതന്ത്രമായി താഴത്തേക്ക് വസ്തു വീണാലോ എന്നാണ്. സ്വതന്ത്രമായി താഴത്തേക്ക് വീഴുന്നതിന്റെ ആക്സിലറേഷൻ എത്രയാ? 0. നോ ആക്സിലറേഷൻ ഈസ് 0. ആക്സിലറേഷൻ 9.8 ആ വസ്തുവിന്റെ. നെറ്റ് ആക്സിലറേഷൻ ആണ് എന്ത് വരുന്നത്? 0. സ്വതന്ത്രമായി താഴത്തേക്ക് വീഴുന്ന വസ്തുവിന്റെ വെലോസിറ്റി കൂടി കൂടി വരികയാണ്. അതിന് ആക്സിലറേഷൻ ഉണ്ട്. പക്ഷെ അതിന് ഫീൽ ചെയ്യുന്ന നെറ്റ് ആക്സിലറേഷൻ, താഴത്തേക്കുള്ള ആക്സിലറേഷൻ G minus A. അതിൽ എയുടെ വില ജിക്ക് തുല്യവും. അപ്പൊ G minus G എന്ന് വരും. G minus G എന്ന് വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ ഇവിടെ ഇക്വേഷനിനെ കൊടുക്കാൻ കേട്ടോ. T സമം 2π into root of L by G minus G. അപ്പൊ നേരത്തെ അത് ഇക്വേഷൻ വരും. ഇവിടെ എന്ത് വരും? 0. നെറ്റ് ആക്സിലറേഷൻ ഈസ് 0. ഫീലിംഗ് ആക്സിലറേഷൻ ഈസ് 0. അപ്പൊ 1/0 വന്നു. 1/0 വന്നാൽ അത് എന്തിൽ അവസാനിക്കുക? ഇൻഫിനിറ്റി. അതുകൊണ്ട് ഫാൾസ് ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി, സ്വതന്ത്രമായി താഴത്തേക്ക് വീഴുന്ന വസ്തുവിനെ സംബന്ധിച്ച് ടൈം പീരീഡ് എത്രയാ? ഇൻഫിനിറ്റി. സിമ്പിൾ പെൻഡിലാണ് കേട്ടാ വരുന്നത് താഴത്തേക്ക്. അത് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, മുന്നോട്ടേക്ക് പോയാൽ ഓസിലേറ്റ് ചെയ്യുന്ന, ഫ്രണ്ടിലേക്ക് പോയാൽ തിരിച്ചു വരവില്ല, ഓസിലേറ്റ് ചെയ്യില്ല. അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ മൂന്നാമത്തെ ഉത്തരമായി T is equal to infinity. That means it will not oscillate. മുകളിലേക്ക് പോയി, താഴേക്ക് വന്നു, താഴേക്ക് സ്വതന്ത്രമായി വീണു. 3 കേസായി. ഞാൻ 3 ഞാൻ മാറ്റിയാണ്. നാലാമത്തെ നോക്കാം. നാലാമത്തെ കൊടുക്കാം. മൂവ്സ് ഹൊറിസോണ്ടലി വിത്ത് ആൻ ആക്സിലറേഷൻ. ഹൊറിസോണ്ടൽ ആയിട്ട് ആക്സിലറേഷനോട് മൂവ് ചെയ്യുകയാണെങ്കിൽ, ഹൊറിസോണ്ടൽ ആയിട്ട് അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എന്താ ഹൊറിസോണ്ടലായിട്ട് കോൺസ്റ്റന്റ് ആവുകയാണ് ചെയ്യാ. ഏതാ കോൺസ്റ്റന്റ് ആവേണ്ടത്? ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്താൽ കോൺസ്റ്റന്റ് ആവുക ചെയ്യാ. കോൺസ്റ്റന്റ് ആണ്. ടൈം പീരീഡിന് ചേഞ്ച് ഇല്ല. കാരണം മുകളിലേക്ക് താഴേക്ക് പ്ലസ് മൈനസ് എന്ന അർത്ഥത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ട് അതിന്റെ മൂവ്മെന്റിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള അതിന്റെ ആക്സിലറേഷൻ കമ്പോണന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ടൈം പീരീഡിൽ യാതൊരു വിധത്തിലുള്ള ചേഞ്ചും ഇല്ല. അപ്പൊ അവിടെ ഒരു സെന്റൻസ് മാത്രമേ ചേർക്കാനുള്ളൂ. there is no change in time period. നാലാമത്തതിന്റെ താഴെ അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ബുക്കിൽ താഴെ എഴുതി വയ്ക്കുക there is no change in time period. അഞ്ചാമത്തതിൽ നോക്കാം. moves upward with constant velocity. മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്ങനെയാ പോണത്? കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ്. കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ
നമ്മള് ബിൽഡിങ്ങുകളിലൊക്കെ പോയി ലിഫ്റ്റിൽ മൂവ് ചെയ്യുന്ന അവസ്ഥയാണ്. ലിഫ്റ്റ് ഒക്കെ മൂവ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ്, മുകളിലോട്ടായാലും താഴോട്ടായാലും. കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ എത്രയാണ്? വെലോസിറ്റിക്ക് മാറ്റമില്ല. What is acceleration? Change in velocity. Change. Change in velocity by time. ബോർഡിലുള്ളത് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അത് ലാപ്പ് ഓഫ് ആയതാണ്, ബാറ്ററി തീർന്നതാണ്. ഓക്കെ, മൂവ്സ് അപ്വേർഡ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. ഒരേ വെലോസിറ്റിയിൽ മുകളിലേക്ക് പോവുക. ഒരേ വെലോസിറ്റിയിൽ പോകുക എന്ന് അർത്ഥം ആക്സിലറേഷൻ ഇല്ല എന്നാണ്. ആക്സിലറേഷൻ ഇല്ലെങ്കിൽ നമുക്ക് അതിന്റെ ടൈം പീരിയഡിൽ 2.√L/g + a എന്ന് എഴുതേണ്ട ആവശ്യമില്ല, കാരണം ആക്സിലറേഷൻ ഇല്ല. ആക്സിലറേഷൻ ഇല്ലെങ്കിൽ അപ്പൊ അത് തിരിച്ച് എന്ത് തന്നെയായി? 2.√L/g. യാതൊരു വിധത്തിലുള്ള ചേഞ്ചും ആക്സിലറേഷനിൽ വന്നിട്ടില്ല. അതിന്റെ അർത്ഥം ടൈം പീരിയഡിൽ മാറ്റമില്ല. അപ്പോ അഞ്ചാമത്തതിന്റെ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത് there is no acceleration, therefore no change in time period. ആക്സിലറേഷൻ ഇല്ലാത്തത് കൊണ്ട് ടൈം പീരിയഡില് ചേഞ്ച് ഇല്ല. ഓക്കെ, അവസാനത്തെ നോക്കുക. is taken to a height equal to the radius of earth. അത് മുന്നത്തെ ഒരു ചാപ്റ്ററിലേക്ക് കണക്ട് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ഉയരത്തിലേക്ക് കൊണ്ടുപോയി. എന്താ ഉയരം? ഈക്വൽ ടു റേഡിയസ് ഓഫ് എർത്ത്. ഭൂമിയുടെ റേഡിയസിന് തുല്യമായ ഉയരത്തിൽ കൊണ്ടുപോയി വെച്ചത്ര. ഉയരത്തിലേക്ക് പോകുന്തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്താ സംഭവിക്കുക? ഉയരത്തിലേക്ക് പോകുന്തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്ത് സംഭവിക്കും? ഇൻക്രീസ് ചെയ്യും. അല്ല, മുകളിലേക്ക് പോകുന്തോറും ജിയുടെ വില കുറയാണ് ചെയ്യാം. അത് കുറയുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്ററിലാണ് വരുന്നത്. എന്തായാലും ആ ചാപ്റ്ററിലേക്ക് കണക്ട് ചെയ്തിട്ട് ഒരു ചോദ്യം ചോദിച്ചതാണ്. മുകളിലേക്ക് പോകുമ്പോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ മാറ്റം കാണിക്കുന്ന ഇക്വേഷൻ ഞാൻ ഇവിടെ ഒന്ന് എഴുതാം. ആ ഇക്വേഷന് ഭൂമിയുടെ റേഡിയസിന്റെ അത്രയും ഉയരെ പോയാൽ എന്താണ് ആക്സിലറേഷൻ എന്ന് കണ്ടെത്തണം. കണ്ടെത്തിയിട്ട് നമ്മൾ ഇക്വേഷനിൽ കൊണ്ടുപോയി കൊടുക്കണം. അപ്പൊ ഒരു ഹൈറ്റിൽ വരുന്ന ആക്സിലറേഷൻ, ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്റർ മനസ്സിലുള്ളവർക്ക് ഇക്വേഷൻ ഉണ്ടാവും, ഇല്ലാത്തവർക്ക് ആ ടോപ്പിക് എടുക്കുമ്പോൾ നമുക്ക് ശരിയാക്കാം. ജി എച്ച്, ഹൈറ്റിലുള്ള ജി സമം ജി ഡിവൈഡഡ് ബൈ സർഫസിൽ അനുഭവപ്പെടുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതാണ് ജി.
ഡിവൈഡഡ് ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഇതിൽ 6 ഭൂമിയുടെ റേഡിയസ് ആണ്, എച്ച് ഉയരമാണ്. ഇതാണ് ഉയരത്തിനനുസരിച്ചുള്ള മാറ്റത്തെ കാണിക്കുന്ന സമവാക്യം. ഈ സമവാക്യം നമ്മളോട് പറയുന്നത് മുകളിലേക്ക് പോകും തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വില കുറയും. കുറയുന്നത് എങ്ങനെയെന്നാണ് ഈ സമവാക്യം പറയുന്നത്. അതെന്തോ ആവട്ടെ, നമുക്ക് ആവശ്യമുള്ളത് ഭൂമിയുടെ റേഡിയസ് ഉയരത്തിലെത്തിയാൽ അവിടുത്തെ ജിയുടെ വില എത്രയാണെന്നാണ്. അപ്പൊ എനിക്ക് ഈ ഇക്വേഷനിൽ പ്രകാരം ഹൈറ്റ് എത്രയാണെന്ന് ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. ഹൈറ്റ് ഭൂമിയുടെ റേഡിയസിന് ഈക്വൽ ആണ്. അപ്പൊ എച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? 6 ആണ്. അപ്പൊ ആ സ്ഥലത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എനിക്ക് പറയാം ഭൂമിയുടെ സർഫസിൽ ഉള്ളതിന്റെ എത്ര എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇവിടെ എച്ചിന് പകരം 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നോക്കൂ, എച്ചിന്റെ സ്ഥലത്ത് 6 വന്നാൽ 1 പ്ലസ് ആർ ബൈ ആർ ഹോൾ സ്ക്വയർ ആയി. ഈ ആർ ബൈ ആർ 1 ആണ്. അപ്പൊ 1 പ്ലസ് 1 ഹോൾ സ്ക്വയർ ആയി. 1 പ്ലസ് 1 2 ആണ്. അപ്പൊ 2ന്റെ സ്ക്വയർ വന്നു. അതുകൊണ്ട് ഞാൻ സ്റ്റെപ്പ് ഒക്കെ കണ്ട് ചുരുക്കി ഇവിടെ വരാൻ പോണത് 2 സ്ക്വയർ അഥവാ 4 എന്നാണ്. അപ്പൊ ഭൂമിയുടെ റേഡിയസ് ഉയരത്തിലേക്ക് മുകളിലേക്ക് കൊണ്ടുപോയാൽ അവിടെ അനുഭവപ്പെടുന്നത് സർഫസിൽ അനുഭവപ്പെടുന്നതിന്റെ 1/4 ഉള്ളൂ. ഇതാണ് അവിടുത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ അവിടുത്തെ ടൈം പീരീഡ് മാറിണ്ടാവില്ലേ? മാറണം. അവിടുത്തെ ടൈം പീരീഡ് എങ്ങനെ കണ്ടെത്തുക? അവിടുത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ you get the time period at a height equal to radius of earth is t is equal to 2 pi into root of L by അവിടത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതിവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഭൂമിയുടെ സർഫസിലുള്ളതിന്റെ 1/4. സോ ഇറ്റ് ഈസ് g/4. ഭൂമിയിലുള്ളതിന്റെ 1/4 ഉള്ളൂ. അപ്പൊ ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 4 മുകളിലേക്ക് വരും, ന്യൂമറേറ്ററിലേക്ക് വരും. 4 റൂട്ടിന്റെ ഉള്ളിലാണ്. 4 റൂട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന 2 ആയി. അതുകൊണ്ട് എനിക്ക് ബാക്കി വരുന്ന വിലകൾക്ക് ഒന്നും മാറ്റമില്ല. അപ്പൊ 2 ഇൻറ്റു പിന്നെ വരുന്ന വിലകൾ ഏതൊക്കെയാ? 2 പൈ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന് മാത്രമായി. എന്താ 2 പൈ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി? ഭൂമിയുടെ സർഫസിലുള്ള ടൈം പീരീഡ്. അപ്പൊ ഇപ്പൊ ടൈം പീരീഡ് എത്രയാ? പഴയ ടൈം പീരീഡിന്റെ. അപ്പൊ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ എഴുതാം, പുതിയ ടൈം പീരീഡ് ടി ന്യൂസ് ഈക്വൽ ടു 2 ടൈംസ് ദ ഓൾഡ് ടൈം പീരീഡ്. ദിസ് ഈസ് ദ റിസൾട്ട്. ഭൂമിയിൽ സർഫസിലുള്ള ടൈം പീരീഡിന്റെ 2 ഇരട്ടി ഉണ്ടായിരിക്കും ഭൂമിയുടെ റേഡിയസ് ഉയരത്തിൽ കൊണ്ടുപോയിട്ട് സിമ്പിൾ പെൻഡുലം ഓസിലേറ്റ് ചെയ്ത്. കാരണം അവിടുത്തെ ജി കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ അല്ലോ? 5 ഓപ്ഷനുകൾ ഒന്നുകൂടെ നോക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക. Can a pendulum clock show correct time inside a spaceship? Why? പ്രോബ്ലം എഴുതിയെടുക്കാം. പ്രോബ്ലം അല്ല, നിങ്ങൾക്ക് നേരിട്ട് പറയാൻ പറ്റും, വേറെ സ്റ്റെപ്പുകളൊന്നുമില്ല.
നോക്കുക, can a pendulum clock show correct time inside a spaceship? Why? ഒരു സ്പേസ് ഷിപ്പില് ശൂന്യാകാശത്തേക്ക് പോകുന്ന വാഹനത്തില് പെൻഡുലം ക്ലോക്ക് കറക്റ്റ് സമയം കാണിക്കുമോ? എന്തുകൊണ്ട്? ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ അതിനുള്ള ആവശ്യമുള്ള മെറ്റീരിയൽ ഉണ്ട്. ആർക്കെങ്കിലും അത് പറയാം, മറുപടി പറയാം. കാണിക്കില്ല. എന്ത് കാരണം? അവിടെ ആക്സിലറേഷൻ കുറവല്ലേ? സ്പേസ് ഷിപ്പിന്റെ ഉള്ളിലെ ആക്സിലറേഷന്റെ വില എത്രയാണ്? ശൂന്യാകാശത്തേക്ക് പോണ സാധനം ശൂന്യാകാശത്തെ ജിയുടെ വില എത്രയാ? സീറോ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് കൊടുക്കാവുന്ന മറുപടി ഒന്ന് പറയാവോ? കറക്റ്റ് ടൈം കാണിക്കൂല. ടൈമേ കാണിക്കില്ല, അത് വേറെ കാര്യം. അപ്പൊ അതിന് ആൻസർ, can a pendulum clock show correct time inside a spaceship? No. അതാണ് മറുപടി, നോ. ബാക്കി അടുത്ത വൈ എന്നുള്ളതിന് ആൻസർ ആയിട്ട് വരണം. എന്തുകൊണ്ട്? എന്താ കാരണം? ബിക്കോസ്. കാരണം എന്താണ്? ഓസിലേറ്റ് ചെയ്യൂല. എന്തുകൊണ്ട് ഓസിലേറ്റ് ചെയ്യില്ല? നോ ഗ്രാവിറ്റി. ഗ്രാവിറ്റി ഇല്ല. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ ആൻസർ കൊടുക്കേണ്ടത് ആദ്യം നോ എന്ന് കൊടുക്കുക. There is, full stop ഇടുക, there is no acceleration due to gravity inside a spaceship. There is no acceleration due to gravity inside a spaceship. എഴുതി വെച്ചോ? വേണമെങ്കിൽ അതിന്റെ ഇക്വേഷൻ ഇങ്ങനെ കൊടുക്കാം. T = 2π × √L/G + A ഒക്കെ വരുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് എഴുതാം? ജിയുടെ വില 0. അപ്പൊ L/0 1/0 വന്നല്ലോ. 1/0 വന്നാൽ ഇൻഫിനിറ്റി ആണ്. അപ്പൊ T = ഇൻഫിനിറ്റി. T = ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഓസിലേറ്റ് ചെയ്യില്ല എന്നാണ് അർത്ഥം. പെൻഡുലം വർക്ക് ചെയ്യില്ല, അങ്ങോട്ട് പോയാൽ തിരിച്ചു വരില്ല എന്നാണ് അർത്ഥം. നോട്ടിൽ എഴുതി വയ്ക്കാം. അടുത്ത എഴുതാം. A man with a wristwatch. Next one എഴുതിയിരിക്കും. A man with a wristwatch on his hand falls from the top of a tower. Does the watch show correct time? During the falling. നോക്കുക ക്വസ്റ്റ്യൻ. എന്താ ചോദ്യം നോക്കൂ. A man with a wristwatch on his hand falls from the top of a tower. കയ്യിലൊരു വാച്ചും കെട്ടിട്ട് ഒരാളെ ഒരു ടവറിന്റെ മുകളിൽ നിന്ന് എടുത്ത് താഴത്തേക്ക് ചാടി. Does the watch show correct time during the fall? Why? ആ വാച്ച് ശരിയായ സമയം കാണിക്കുമോ താഴത്തേക്കുള്ള ചാട്ടത്തിൽ? എന്തുകൊണ്ട്? നിങ്ങൾക്ക് മറുപടി പറയാനുള്ളതേ ഉള്ളൂ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നോക്കിയാ?
കാണിക്കും. കയ്യില് പെൻഡുലം വെച്ചിട്ടല്ല ചാടുന്നത്, സാധാരണ കയ്യില് വാച്ച് വെച്ചിട്ടാണ് ചാടുന്നത് കേട്ടാ. നമ്മൾ കയ്യിൽ കിട്ടുന്ന വാച്ച് വെച്ചിട്ട് ടൈം കാണിക്കും. കറക്റ്റ് ടൈം കാണിക്കും. എന്താ കാരണം? അതിന് ഗ്രാവിറ്റി ബാധിക്കില്ലല്ലോ. അതിന് ഗ്രാവിറ്റി ബാധിക്കില്ല. കയ്യിലെ വാച്ചിന് പിന്നെ എന്തുകൊണ്ടാ പ്രവർത്തിക്കണേ? ബാറ്ററി. അതതിന്റെ ഉള്ളിൽ ഒരു ബാറ്ററി ഉണ്ട്. കുറച്ച് മുന്നേ ആണെങ്കിൽ ഒരു സ്പ്രിങ് നന്നായിട്ട് വൈൻഡ് ചെയ്ത് വെക്കും. സ്പ്രിങ്ങിന്റെ എനർജി തീർന്നത് വരെ പ്രവർത്തിക്കും. അപ്പൊ വീണ്ടും വൈൻഡ് ചെയ്ത്, അങ്ങനത്തെ വാച്ചുകളും ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് ബാറ്ററിയാണ്. അതുകൊണ്ട് അതിന്റെ ടൈം തീരുമാനിക്കുന്ന ഇക്വേഷൻ 2π × √L/g ഒന്നും അല്ല. 2π × √L/g സമയം തീരുമാനിക്കുന്ന ഒരാളെ ഉള്ളൂ. അത് പെൻഡുലം ക്ലോക്ക് മാത്രമാണ്. പെൻഡുലം ക്ലോക്ക് കയ്യിൽ വെച്ച് അയാൾ ചാടിയാൽ ടൈം പീരീഡ് മാറിയിട്ടുണ്ടാവും. കാരണം ജിയിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന് എന്ത് മറുപടി കൊടുക്കും നമ്മള്? ഇറ്റ് ഷോസ് കറക്റ്റ് ടൈം. ആദ്യം കൊടുത്തോളൂ. വാച്ച് ഷോ കറക്റ്റ് ടൈം. Watch shows correct time because it is independent of acceleration due to gravity. Because it is independent of acceleration due to gravity. ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. Calculate the length of seconds pendulum. If G is equal to 9.8 meter per second square. ഒരു സെക്കൻഡ് പെൻഡുലത്തിന്റെ ലെങ്ത് കണ്ടെത്തി കൊടുക്കുക. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വില 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ നോക്കുക, ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നത് എന്താണെങ്കിൽ എടുത്തെഴുതാം. അതിൽ തന്നിട്ടുള്ളത് ജിയുടെ വില തന്നിട്ടുണ്ട്. ജി is equal to 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പിന്നെ അതിൽ എന്താ തന്നിട്ടുള്ളത്? ലെങ്ത് ഓഫ് സെക്കൻഡ് പെൻഡുലം എന്നാണ്. എന്താ സെക്കൻഡ് പെൻഡുലത്തിന്റെ പ്രത്യേകത? ഏത് പെൻഡുലത്തിൽ? ടൈം പീരീഡ് 2 seconds. t is equal to 2 seconds. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതിന്റെ നീളം എത്രയായിരിക്കുന്നതാണ്. നമുക്കറിയാം നീളം 1 മീറ്ററിന്റെ അടുത്ത് എത്തും സെക്കൻഡ് പെൻഡുലം. അതൊന്നും ഇവിടെ കാണിച്ചു കൊടുക്കണം. അപ്പൊ L എന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് അറിയില്ല. L is equal to ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. ടൈം പീരീഡും ലെങ്ത്തും ജി ഒക്കെ ഉള്ള കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ t is equal to 2π × √L/g ആണ്. ഇതിൽ ചോദിച്ചിരിക്കുന്ന L ആണ്. L റൂട്ടിന്റെ ഉള്ളിലാണ്. അപ്പൊ പുറത്തേക്ക് വരണമെങ്കിൽ സ്ക്വയർ ചെയ്യണം. അപ്പൊ സ്ക്വയർ ചെയ്താൽ t സ്ക്വയർ സമം 4, 2ന്റെ സ്ക്വയർ 4, 4π² L/g എന്നായി. അപ്പൊ L ന് വേണ്ടി റീഅറേഞ്ച് ചെയ്താൽ L is equal to G × t² 4π² എന്ന് കിട്ടി. ഇതാണ് ആ പെൻഡുലത്തിന്റെ നീളം. നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. That equal to 9.8 into 2² by 4 into 3.14 square. കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ 0.993 മീറ്റർ എന്നായിരിക്കും. ആണോ നോക്കൂ. 0.99 എന്നുള്ളത് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് പറയുന്നതാണ് 1 മീറ്റർ. അപ്പൊ സെക്കൻഡ് പെൻഡുലത്തിന്റെ നീളം എന്ന് പറയുന്നത് 1 മീറ്റർ ആണ് എന്ന് പറയും. ഓക്കെ, ചെയ്തത് മനസ്സിലായിട്ടുണ്ടല്ലോ? മനസ്സിലായി സർ. ഓക്കെ, അടുത്ത പ്രോബ്ലം എഴുതാം.
the length of a simple pendulum is increased by %. Calculate the new period of oscillation. If its initial period is 2 seconds. നോക്കുക, the length of a simple pendulum is increased by 21%. യഥാർത്ഥത്തിലുള്ള നീളത്തേക്കാൾ 21% നീളം കൂട്ടിയത്ര പെൻഡുലത്തിന്റെ. കാൽക്കുലേറ്റ് ദ ന്യൂ പീരീഡ് ഓഫ് ഓസിലേഷൻ. അങ്ങനെയെങ്കിൽ പുതിയ ടൈം പീരീഡ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തോളൂ. ഇഫ് ഇറ്റ്സ് ഇനീഷ്യൽ പീരീഡ് ഈസ് 2 സെക്കൻഡ്. തുടക്കത്തിൽ ഉണ്ടായിരുന്ന ടൈം പീരീഡ് 2 സെക്കൻഡ് ആണെങ്കിൽ, അപ്പൊ 2 സെക്കൻഡിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൻഡുലത്തിന്റെ നീളം 21% വർദ്ധിപ്പിച്ചു. അപ്പൊ പുതിയ നീളം കിട്ടൂട്ടാ. എങ്കിൽ പുതിയ ടൈം പീരീഡ് എത്ര എന്നാണ് ചോദ്യം. ബാക്കി ഒന്നും മാറ്റിയിട്ടില്ല, മാറ്റാനും പറ്റില്ല. ജി അല്ല പിന്നെ വരുന്ന ആള്. ജി നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന നീളത്തിൽ 2 സെക്കൻഡിൽ ഓസിലേഷൻ കാണിച്ച പെൻഡുലം 21% നീളം കൂട്ടിയപ്പോൾ എത്ര സമയത്തിൽ ഓസിലേറ്റ് ചെയ്യും? ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് പുതിയത് പഴയത് എന്ന അർത്ഥത്തിൽ വേണമെങ്കിൽ എടുക്കാം. ആദ്യം ഉണ്ടായിരുന്ന ടൈം പീരീഡ് ടി ഓൾഡ്, T1 എന്നോ അങ്ങനെ സിമ്പിൾ വേണമെങ്കിൽ കൊടുക്കാം. പഴയത് എത്രയാ? 2 സെക്കൻഡ് ആണ്. പുതിയത് എത്ര അറിയില്ല, ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. നീളം ലെങ്ത് തന്നിട്ടുണ്ട്, ലെങ്ത് ഇസ് ഈക്വൽ ടു L ആണെന്ന് വിചാരിച്ചോളൂ. എത്രയെന്ന് പറഞ്ഞിട്ടില്ലാണോ? പക്ഷെ പുതിയ ലെങ്ത്, ന്യൂ ലെങ്ത് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ ലെങ്ത് എത്രയാ? 21% കൂട്ടി. അപ്പൊ പഴയ നീളം കൂട്ടണം. പഴയതിൽ നിന്ന് കൂട്ടിയിരിക്കുന്നു 21%. 21% തന്നെ 0.21 L. 21/100 അല്ലേ? അപ്പൊ 0.21 L. അപ്പൊ L കൂട്ടണം 0.21 L. ഒരു L കൂട്ടണം 0.21 L. അപ്പൊ 1.21 L പുതിയ നീളം. 1.21 L ആണ് പുതിയ ലെങ്ത്. അപ്പൊ നമുക്ക് ടൈം പീരീഡ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. T ഓൾഡ് ആണെങ്കിൽ ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഇതാണ്, 2π × L/G. പഴയ നീളമാണ് L ഇട്ടാ. അപ്പൊ പുതിയ ടൈം പീരീഡോ? പുതിയ ടൈം പീരീഡ് is equal to T new equal to 2π × പുതിയ നീളം. പുതിയ നീളം എത്രയാ? 1.21 L/G. അപ്പൊ √1.21 അവിടെ ഉണ്ട്. അത് ഇങ്ങോട്ട് മാറ്റിയിട്ടാ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ? T new is equal to 1.21 root into 2π into √L/G അല്ലേ? എത്ര ആൻസർ വരുന്നേ? .2 സെക്കൻഡ് എന്ന ആൻസർ കാണിച്ചിരിക്കുന്നത്. അതാണോ നോക്കൂ. ചെയ്യുന്നുണ്ടോ നിങ്ങൾ കൂടെ? Yes, sir. ആൻസർ അതാണോ വരുന്നത് നോക്കിയേ. ആ പുതിയ നീളം എങ്ങനെ കിട്ടി സാറേ? ഏതാ പുതിയ പുതിയ നീളം? പുതിയ നീളം എന്ന് പറയുന്നത് പഴയ നീളത്തിന്റെ 21% കൂട്ടിയെന്നാണ്.
21% എന്ന് പറഞ്ഞാൽ 21/100 അതാണല്ലോ പെർസെന്റേജിൽ പറയുമ്പോ. അപ്പൊ 21/100 എന്ന് പറഞ്ഞാൽ 0.21 L കൂട്ടിയിട്ടുണ്ട്. പഴയ നീളം L, കൂട്ടിയ നീളം 21% പഴയതിന്റെ, അപ്പൊ 0.21 L. അപ്പൊ രണ്ടും കൂടി കൂട്ടിയാൽ പുതിയ ലെങ്ത് കിട്ടി. L കൂട്ടണം അധികം വന്ന നീളം 0.21 L. അപ്പൊ 1 L കൂട്ടണം 0.21 L, 1.21 L. ഓക്കെ. ആ ആൻസർ ശരിയാണ് സർ. ഓക്കെ. അപ്പൊ ഏതായാലും 1.5 മണിക്കൂറായി. ഈ രീതിയിലാണ് നമ്മളുടെ പ്രോബ്ലങ്ങൾ വരിക. പ്രോബ്ലങ്ങൾ എത്ര ചെയ്താലും അവസാനിക്കില്ല. നമുക്ക് ടഫ് ഉള്ളതിലേക്ക് ഇങ്ങനെ കയറി പോവാം. പക്ഷെ ഇന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രോബ്ലംസിന്റെ ലിങ്ക് കുറച്ച് കൂടുതൽ ഇട്ട് തരാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ചെയ്യാം. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പലർക്കും ബുദ്ധിമുട്ടാവും. അപ്പൊ ഞാൻ ഓസിലേഷൻ എന്നുള്ള ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ളത്. നാളെ ഒരു എക്സാം നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 9:30 മണിക്കാണ്. ഗൂഗിൾ ഫോം തന്നെയാണ് നാളെ ഇടുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി ഇൻസ്ട്രക്ഷൻസ് ഗ്രൂപ്പിൽ വരും. അതിനനുസരിച്ച് നാളത്തെ എക്സാം അറ്റൻഡ് ചെയ്യാം. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇതിലുണ്ടെങ്കിൽ ചോദിക്കാം. ഓസിലേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? സാറ് 9.8ന്റെ കേസ് ഇല്ലേ, ആ അതൊന്ന് പറഞ്ഞുതരുമോ? ഏത് 9.8 ആ? 9.8 നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ല. 9.8 ഫൈനൽ ആൻസർ 9.8 കിട്ടണം സിമ്പിൾ പെൻഡുലത്തിന്റെ കേസില്. പ്രോബ്ലം ആണോ ചെയ്ത? നേരത്തെ ചെയ്തില്ലേ? ആ നേരത്തെ ഏതാണ് ചെയ്തത്? പ്രോബ്ലം ഒന്ന് വായിക്കുവോ? ആ ലെങ്ത് ഓഫ് സെക്കൻഡ് പെൻഡുലത്തിലെ ഗ്രാവിറ്റി 9.8 അല്ലേ ഇട്ടത്? അതെ അതെ അതെ. കാരണം ഭൂമിയുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ആവറേജ് വാല്യൂ 9.8 ആണ് നമ്മൾ പ്രോബ്ലങ്ങളിലേക്ക് എടുക്കേണ്ടത്. ഓക്കെ. അതേസമയം ജി കണ്ടെത്താൻ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ജിയുടെ വില നിങ്ങൾ 9.8 എന്ന് എടുക്കരുത്. പകരം ചെയ്ത് കിട്ടുന്ന വില എഴുതാം. ഓക്കെ. ജി തരാത്ത പ്രോബ്ലങ്ങളിൽ ജിയുടെ വില നിങ്ങൾക്ക് 9.8 എന്ന് എടുത്തിട്ട് പ്രോബ്ലം ചെയ്യാം കേട്ടോ. ഓക്കെ. ഗുഡ് നൈറ്റ്. അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ് ഞായറാഴ്ചക്ക് ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു 10 മണി നേരത്ത്. എന്തായാലും ശനിയാഴ്ച അത് ഇൻഫർമേഷൻ തരാം, മറ്റു ക്ലാസ്സുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുതിയ ചാപ്റ്റർ ആയിരിക്കും തുടങ്ങുന്നത്. നമ്മൾ ഡയമെൻഷൻ മുതൽ ഒന്ന് പറഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ. അപ്പൊ എല്ലാ ഫോക്കസ് ഏരിയയും ടച്ച് ചെയ്തിട്ടേ വരുള്ളൂ. അതിന്റെ ശേഷം മാത്രമേ നമ്മളെ സെക്കൻഡ് വോള്യത്തിലെ ഈ ചാപ്റ്ററുകളിലേക്ക് എടുക്കാത്ത പാഠങ്ങളിലേക്ക് ഇനി കയറുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അന്ന് എടുത്തു മുന്നേ പറഞ്ഞു എന്നുള്ള രീതിയിൽ പറയേണ്ടി വരും. അപ്പൊ ഇനി അടുത്ത ക്ലാസ്, പരീക്ഷ കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് നമ്മളെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് മുതൽ അങ്ങോട്ട് എല്ലാ ചാപ്റ്ററുകളും ടച്ച് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ. ഓക്കെ സർ.